പ്രൊസീഡ്. ആദ്യം ആദ്യം തന്നെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കേൾക്കാനായിട്ട് ഈ ഒരു സൂം മീറ്റിംഗിലേക്ക് വന്ന എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കാരണം വേറൊന്നുമല്ല, ഇന്ന് എല്ലാവരും തന്നെ ഒരു എക്സ്ട്രാ ഇൻകം ഒക്കെ ആഗ്രഹിക്കും. നമ്മൾ ഇതിനെക്കുറിച്ച് പലരോടും പറയുമ്പോൾ കണ്ടിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാവർക്കും സൂം മീറ്റിംഗിൽ വരാനായിട്ട് ഒരു മടിയാണ്. അത് വേറൊന്നും കൊണ്ടുമല്ല, കുറച്ച് സമയം അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് എല്ലാവരും ഒരു മടി കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു സമയം നിങ്ങൾ ഇത് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വന്ന എല്ലാവരും ഞാൻ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ എന്താണ് ഈ വർക്ക് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പറഞ്ഞുതരാം. നമ്മുടെ ഏതൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴും നമുക്ക് അതിനെക്കുറിച്ച് പുതുതായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകും. നമ്മൾക്ക് ആരിത് പറഞ്ഞു തരും, എങ്ങനെ നമ്മളിത് മുമ്പോട്ട് പോകും എന്നുള്ളൊരു ചിന്ത സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ നമുക്ക് പറഞ്ഞു തരാൻ നമുക്ക് ഫുൾ സപ്പോർട്ട് തരുന്നത് ഒരു ടീമുണ്ട്, ടീം ഓഫ് ചാമ്പ്യൻ. അതാണ് വിന്നിംഗ് ടീം എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ വന്ന് അതിൽ സക്സസ് ആയ ആളുകളുടെ ഒരു കൂട്ടമാണ് വിന്നിംഗ് ടീം എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ഒരു കൺസ്യൂമർ ആണ്. ആ കൺസ്യൂമർ ആയിട്ടുള്ള നമ്മളെ എംപവർമെന്റ് ചെയ്യുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് സിഇഒ എന്ന് പറയുന്നത്. നമ്മൾ ഒരു സ്മാർട്ട് കൺസ്യൂമർ ആയിട്ട് നമ്മൾ എങ്ങനെ നമുക്കൊരു ഇൻകം ഉണ്ടാക്കാം എന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്ത് തരുന്ന നമ്മുടെ വിന്നിംഗ് ടീമിനെ, ആ ടീമിന്റെ അണ്ടറിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. നമ്മൾ എല്ലാ വ്യക്തികൾക്കും തന്നെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും, നമ്മുടെ ജീവിതത്തിലെ സ്വപ്നങ്ങൾ ഉണ്ടാവും. അതായത് മെയിൻ ആയിട്ടുള്ള ചില ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് സാമ്പത്തികമാണ്. സാമ്പത്തികം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഒരു വാഹനം ആവശ്യമാണ്. കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ ഒരു വാഹനം ആവശ്യമാണ്. പിന്നെ ഫ്രണ്ട്സിനൊപ്പമോ അല്ലെങ്കിൽ കുടുംബത്തിനൊപ്പമോ ഒക്കെ നമ്മൾ ഒരു ട്രിപ്പ് ആഗ്രഹിക്കും. അതുപോലെ തന്നെ നമ്മളൊരു വീട്, പിന്നെ ഫാമിലിയോടൊന്നിച്ചുള്ള ഒരു നല്ല സന്തോഷകരമായ ജീവിതം, ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നതാണ്, നമ്മുടെ സ്വപ്നങ്ങളാണ്. പക്ഷേ നമുക്ക് പലപ്പോഴും പലർക്കും ഇത് കഴിയാത്തതിന്റെ കാര്യം നമുക്ക് ഫിനാൻഷ്യലി ഒരു ഫ്രീഡം ഇല്ല. നമ്മുടെ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് അതിനൊക്കെ ഒരു കുറവ് സംഭവിക്കും. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആവശ്യങ്ങളെയൊക്കെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യും. നമുക്ക് ആവശ്യങ്ങളുണ്ട്, അത്യാവശ്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ നമ്മൾ ചിലതിനെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്ത് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ ലൈഫിനെ എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പോ നമ്മുടെ ഈ ഒരു സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്കാണ് നമ്മളിപ്പോ വന്നിരിക്കുന്നത്. ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും ജോലിയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ എക്സ്ട്രാ ഒരു ഇൻകം ആഗ്രഹിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മുടെ വരുമാനത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ഒരു എക്സ്ട്രാ ഇൻകം ആഗ്രഹിച്ചു വരുന്നത്. അതല്ല, ഒരു പക്ഷേ ആദ്യമായിട്ട് ഒരു ഇൻകത്തിന് വേണ്ടിയിട്ട് വന്നവരും ഉണ്ടാകാം. അവരുടെയും ആഗ്രഹം ഇത് തന്നെയാണ്, ലൈഫ് മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകുക എന്നുള്ളത്. അപ്പോ ഒരു എക്സ്ട്രാ ഇൻകം ആഗ്രഹിച്ച് വന്നിട്ടുള്ളവരുണ്ടാകാം. അത് നമുക്ക് ഇവിടെ സാധ്യമാണ്. അതുപോലെ തന്നെ ഫിനാൻഷ്യലി ഫ്രീഡം. നമ്മൾ ഏത് ജോലി ചെയ്താലും നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക്, ഇപ്പൊ കുറച്ച് മുന്നേ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സ്വപ്നങ്ങൾ നമുക്ക് നല്ല രീതിയിൽ നേടിയെടുക്കാൻ പറ്റാത്തത് നമുക്ക് ഫിനാൻഷ്യലി ഒരു ഫ്രീഡം ഇല്ലാത്തത് കൊണ്ടിട്ടാണ്. ഒരു ഷോപ്പിൽ പോയി ഒരു സാധനം വാങ്ങിക്കുമ്പോൾ പോലും ചില അത്യാവശ്യമുള്ളതുണ്ടാകാം, ആഗ്രഹമുള്ളതുണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ അത്യാവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിച്ചെങ്കിൽ പോരുക, അതിലും നമ്മൾ പ്രൈസ് ടാഗ് നോക്കി ഒരുപാട് വിഷമിച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മളൊരു സാധനം വാങ്ങുന്നത് പോലും. ആ ഒരു ഫിനാൻഷ്യലി നമുക്ക് ഫ്രീഡം ഇല്ലായ്മയാണ് അതിന് കാരണം. എന്നാൽ ഇവിടെ നമുക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ടൈം ഫ്രീഡം കിട്ടുന്നുണ്ട്. ഒരാളുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ടൈം തന്നെയാണ്. അപ്പം നമ്മൾ ഒരുപാട് ജോലി എന്ന് വെച്ചാൽ നമ്മുടെ ക്യാഷിന് വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് രാവിലെ മുതൽ രാത്രി വരെ ജോലി ചെയ്യുമ്പോൾ നമുക്ക് ഫാമിലിയോടൊപ്പമുള്ള ഒരു നല്ല ലൈഫ് എൻജോയ് ചെയ്യാനായിട്ടുള്ള സമയമൊന്നും കിട്ടുന്നില്ല. എന്നാൽ ഇവിടെ നമുക്ക് ടൈമിലും ഒരു ഫ്രീഡം കിട്ടുന്നുണ്ട്, നല്ലൊരു ഹെൽത്ത് കിട്ടുന്നുണ്ട്. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഓടി നടന്ന് ജോലി ചെയ്ത് കഴിയുമ്പം പൊതുവെ എല്ലാവരും ചെയ്യുന്നത് ആ സമയത്ത്, ആരോഗ്യമുള്ള സമയത്ത് നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് ശ്രദ്ധിക്കാറില്ല. പക്ഷെ അത് വയ്യാഴിക വന്നു കഴിയുമ്പോഴാണ് നമുക്ക് അതിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവുന്നത്. ആ സമയത്ത് നമുക്ക് ജോലി ചെയ്യാൻ പറ്റില്ല, അന്നേരം ഉണ്ടാവുന്ന ഫിനാൻഷ്യലി പ്രോബ്ലംസ് ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഇവിടെ നമുക്ക് ആ ടൈം ഫ്രീഡവും ഫിനാൻഷ്യൽ ഫ്രീഡവും കിട്ടുന്നതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനുള്ള ഒരു അവസരമാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ലീവ് എ ലെഗസി. നമ്മുടെ തലമുറക്കാർക്ക് പോലും നമ്മളെ ഓർത്ത് വെക്കത്തക്ക വണ്ണം നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ അവരുടെ ലൈഫിനൊരു നല്ലൊരു ബെനിഫിറ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഏർലി റിട്ടയർമെന്റ്. അതായത് നമ്മളിവിടെ ഒരു 5 വർഷത്തോളം നമ്മൾ വർക്ക് ചെയ്യുന്നു, നന്നായിട്ട് ഇത് ആത്മാർത്ഥമായിട്ട് എന്താണെന്ന് മനസ്സിലാക്കി വർക്ക് ചെയ്യുന്നുവെങ്കിൽ ആ 5 വർഷം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ലൈഫ് സെറ്റിൽ ആക്കാൻ പറ്റും. പിന്നീട് നമുക്ക് പാസീവായിട്ടൊരു ഇൻകം കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. പിന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. നമ്മൾ ഇന്നത്തെ കാലത്ത് എല്ലാവരും ജോലിക്ക് പോകുന്നു, ആ ഒരു
നമ്മുടെ ഒരു സേഫ് സോണിൽ കംഫോർട്ട് സോണിൽ നിന്നുകൊണ്ടാണ് എല്ലാവരും ജോലി ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള പല കാര്യങ്ങളും, പ്രത്യേകിച്ച് വീട്ടമ്മമാരോ അല്ലെങ്കിൽ ഈ മാതാപിതാക്കളായിട്ടുള്ളവർക്കൊന്നും അവരുടെ ലൈഫിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കാനൊന്നും സമയം കിട്ടാറില്ല എന്ന് വേണം പറയാൻ. അവരെപ്പോഴും നമ്മൾ ഒരു വിവാഹ ജീവിതമൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് കുടുംബത്തെ കുറിച്ച് മാത്രം ചിന്തിച്ചു പോകും. പക്ഷെ അങ്ങനെയല്ല. നമുക്ക് നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. ആ ഒരു പേഴ്സണാലിറ്റിക്കും നമ്മുടെ ഒരു ഡെവലപ്മെന്റ് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഞാനെന്ന വ്യക്തി ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് പോലും അതിന്റെ ഒരു ഭാഗമാണ്. പിന്നീട് നമുക്ക് ട്രാവൽ അറൌണ്ട് ദ വേൾഡ്, നമ്മൾ ഈ ഒരു ലോകം ചുറ്റിക്കാണാനുള്ള ഒരു അവസരം. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും ഇതൊന്നും നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല, വലിയ വലിയ കാര്യങ്ങളാ നമുക്ക് പറ്റുന്നതല്ല എന്ന് ഓർക്കും. പക്ഷെ അങ്ങനെയല്ല. വീട്ടമ്മമാരായിരിക്കുന്നവർക്ക് പോലും, എത്ര നിസ്സാരക്കാരെന്ന് വിചാരിക്കുന്നവർക്ക് പോലും നമ്മുടെ ഈ ലോകം തന്നെ ചുറ്റിക്കാണത്തക്ക രീതിയിൽ അത്തരം അവസരങ്ങൾ നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹെൽപ്പിംഗ് അതേഴ്സ്, നമുക്ക് സാമ്പത്തികമായിട്ടും ഒക്കെ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും നമുക്കത് കഴിയാറില്ല. അതിന് വേറൊന്നുമല്ല കാരണം, നമുക്ക് തന്നെ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി പോലും നമുക്ക് സാമ്പത്തികം നമ്മുടെ കയ്യിൽ ഇല്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് മറ്റുള്ളവരെ സഹായിക്കുക എന്നൊരു ചിന്തയും ബുദ്ധിമുട്ടൊക്കെ നമുക്ക് തോന്നാറുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് മറ്റുള്ളവരെ അവരുടെ കരിയറിലും അല്ലെങ്കിൽ അവരുടെ ലൈഫിനും ഒന്ന് സെറ്റിൽ ആക്കാനായിട്ടോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടോ ഒക്കെ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാനും പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണിത്. ഇനി ഓപ്പർച്യൂണിറ്റി ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നതല്ലാതെ എന്താണെന്ന് പറഞ്ഞിട്ടില്ല. അതായത് വെസ്റ്റീജ് എന്നാണ് നമ്മുടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ പേര്. ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് നമ്മുടെ ഈ ഒരു വെസ്റ്റീജ് എന്ന് പറയുന്നത്. ഇത് സ്റ്റാർട്ട് ചെയ്തത് 2024 ഡൽഹിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. സ്റ്റാർട്ട് ചെയ്ത സമയത്ത് 10 പ്രൊഡക്ട്സും 2 ഓഫീസും 6 ഡിസ്ട്രിബ്യൂട്ടേഴ്സും മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് 21 വർഷം പിന്നിടുന്ന ഈ സമയം നമുക്ക് 400-ൽ പരം പ്രോഡക്ട്സും 5000-നടുത്ത് ഓഫീസും 4 കോടിയിലധികം ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഉള്ള ഒരു കമ്പനി ആയിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ വെസ്റ്റീജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രൊഡക്ട്സും എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഒരുപാട് നെഗറ്റീവ്സ് മനസ്സിൽ വരാം. വേറൊന്നും കൊണ്ടല്ല, ഇന്ന് ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ പ്രൊഡക്റ്റ് വാങ്ങിച്ച് വിൽക്കലൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് വാങ്ങിപ്പിക്കലൊക്കെ ആയിരിക്കും എന്ന് നിങ്ങൾക്ക് തോന്നണ്ട, തെറ്റിദ്ധരിക്കേണ്ട. ഇത് അങ്ങനെയുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ല. എന്താണ് എന്ന് വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മുടെ ലൈഫിനെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത്. ഈ ഒരു നമ്മുടെ അതായത് ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം ഒരേ പേരിൽ 21 വർഷക്കാലം അറിയപ്പെടുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ക്വാളിറ്റി എത്രയാണെന്ന് മനസ്സിലാകാം. പല കമ്പനികളും ഉണ്ട്, ഒരുപാട് കാലം നിലനിൽക്കുന്നുണ്ടാവും. പക്ഷെ ഇടക്കാലത്ത് അതിന്റെ പേര് മാറ്റുകയോ ഒക്കെ ചെയ്യേണ്ടി വരാറുണ്ട്. പക്ഷെ ഇതിൽ നമ്മുടെ അതേ വെസ്റ്റീജ് എന്ന അതേ പേരിൽ തന്നെയാണ് ഇന്നും ഈ കമ്പനി നിലകൊള്ളുന്നത്. അപ്പൊ അതിന്റെ ക്വാളിറ്റി എത്രത്തോളം ആണ് എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ ഇതിന്റെ ഫൗണ്ടർ ആയിട്ടുള്ളത് ഗൗതം ബാലി സാർ, കൻവീർ ബിർസിംഗ്, ദീപക് സുഡി 3 സാർമാരാണ് നമ്മുടെ ഈ ഒരു പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ ഇന്ന് നമ്മൾ ഇതിന്റെ അകത്ത് നമ്മളും ഒരു പാർട്ടായിട്ട് മാറിയിരിക്കുകയാണ്. 2022 കണക്ക് പ്രകാരം വേൾഡിലെ 38th പൊസിഷൻ ഡയറക്ട് സെല്ലിംഗ് കമ്പനി എന്നൊരു പൊസിഷനാണ് നമ്മുടെ ഈ ഒരു കമ്പനി എത്തി നിൽക്കുന്നത്. 2021-22 ഫിനാൻഷ്യൽ ഇയർ എടുത്ത് നോക്കുവാണെങ്കിൽ 3000 കോടി ടേൺ ഓവർ ആണ് നമ്മുടെ കമ്പനിക്കുള്ളത്. അതേസമയം 2023-24 കണക്കെടുത്ത് നോക്കുമ്പോൾ 5000 കോടിയിൽ എത്തിയിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ഇത് ഗ്രോവിംഗ് ആണ്. ഇനിയും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രോവിംഗ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണിത്. അപ്പൊ ഇത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ഇന്റർനാഷണൽ ലെവലിലും ഇതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. UAE, സൗദി അറേബ്യ, ഇന്ത്യ, തായ്ലൻഡ് അങ്ങനെ തുടങ്ങി ഇനിയും അനവധി സ്ഥലങ്ങളിലേക്ക് ഇതിന്റെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ് ഇതെന്ന് പറയുന്നത്. ഇതൊരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അത് നമ്മുടെ നോർമലി ഉള്ള ഒരു ട്രഡീഷണൽ മാർക്കറ്റിംഗ് രീതി എന്ന് പറയുന്നത്, നമ്മുടെ ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ 40% കോസ്റ്റിലാണ് ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ 100% ക്യാഷ് കൊടുത്ത് നമ്മൾ അത് വാങ്ങുമ്പോൾ 60% ക്യാഷ് നമുക്ക് പോകുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാല് C&F, സൂപ്പർ സ്റ്റോക്കിസ്റ്റ്, ഹോൾസെയിലർ, റീറ്റെയിലർ, ഇത്രയും പ്രൊസീജിയർ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് കൺസ്യൂമർ ആയിട്ടുള്ള നമ്മുടെ കയ്യിലേക്ക് ഈ ഒരു പ്രൊഡക്റ്റ് എത്തുന്നത്. അപ്പോ ഈ 60% ക്യാഷ് എന്ന് പറയുമ്പോൾ നമ്മൾ പരസ്യങ്ങളൊക്കെ കണ്ട്, സെലിബ്രിറ്റീസിന്റെ പരസ്യങ്ങളൊക്കെ കണ്ട് നമ്മൾ ആ പ്രൊഡക്റ്റ് വാങ്ങും. അപ്പൊ ആ ഒരു 60% എമൗണ്ട് അങ്ങനെ അവരിലേക്ക് പോവുകയാണ്. നമ്മൾ 100% പൈസ കൊടുത്തത് വാങ്ങുകയും ചെയ്യും. എന്നാൽ വെസ്റ്റീജിലേക്ക് വരുമ്പോൾ മാനുഫാക്ചറിൽ നിന്നും
നേരെ പോകുന്നത് നമ്മുടെ ഡയറക്റ്റ് സെല്ലിംഗ് ആണ്. അതായത് വെസ്റ്റീജിൽ ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നു, 40% കോസ്റ്റ് തന്നെ, നമ്മളത് 100% കൊടുത്ത് വാങ്ങിക്കുന്നു, കൺസ്യൂമറായ നമ്മളിലേക്ക് അത് എത്തുന്നു. എന്നാൽ ഈ 60% ക്യാഷ് എങ്ങോട്ട് പോകുന്നു എന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആ 60%മാണ് ഒരു ഇൻകം ആയിട്ട് നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത്. അപ്പോ എങ്ങനെയാണ് ഈ ഒരു 60% ക്യാഷ് നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത് മാത്രം: നമ്മുടെ ഷോപ്പ് ചേഞ്ച് ചെയ്യുക. നമ്മുടെ ആ ഒരു ഷോപ്പ് ചേഞ്ച് ചെയ്യുന്നതിലൂടെ നമ്മുടെ ലൈഫ് ചേഞ്ച് ആവുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോ നോർമലി ചെയ്യുന്ന പോലെ തന്നെ സാധനങ്ങളെല്ലാം സാധാരണ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നു, ഇവിടെ എനിക്ക് ഇതിന്റെ ഈ 60% കിട്ടണം എന്ന് പറഞ്ഞാൽ നമുക്കത് കിട്ടില്ല. നമുക്കത് കിട്ടണമെങ്കിൽ നമ്മൾ എന്താണെങ്കിലും ഒരു കൺസ്യൂമർ ആയിട്ട് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം അടുത്തുള്ള ഷോപ്പിൽ നിന്നോ നമ്മുടെ ഷോപ്പ് ഒന്ന് ചേഞ്ച് ആക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു ലൈഫിന് തന്നെ നമുക്ക് ചേഞ്ച് കിട്ടും. ആ 60% എമൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ കയ്യിലേക്ക് വരും. ഓക്കെ, നമ്മൾ ഇവിടെ ഒരു കൺസ്യൂമറായി നിൽക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ആണ് കിട്ടുക എന്നാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഷോപ്പ് ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് ചിന്ത ഉണ്ടാകാം, നമ്മൾ ആ ഷോപ്പ് ചേഞ്ച് ചെയ്തതുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് സാധനങ്ങൾ, നമുക്ക് ബെനിഫിറ്റ് എന്തൊക്കെയാണ് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു. ഈ പറഞ്ഞ 60% നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത് പോലെ തന്നെ വീണ്ടും അതിന് പുറമെയുള്ള നമുക്ക് കിട്ടുന്ന ചില ബെനിഫിറ്റ്സ് ആണ് ഇത്. അതായത് നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്ട്സിന്റെ MRP റേറ്റിനേക്കാളും കുറച്ച് 10 to 12% ഓഫ് 20% ഓഫിലാണ് നമുക്ക് കിട്ടുന്നത്. MRP റേറ്റിലല്ല, ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ് ആയിട്ട് നമുക്ക് 10 to 20% ഓഫിലാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഓഫിന്റെ ഒപ്പം തന്നെ നമുക്ക് റീപർച്ചേസിംഗ് ഓഫർ ആയിട്ട് 10% നമുക്ക് ഓഫ് കിട്ടുന്നുണ്ട്. ഒരുപാട് ഫ്രീ പ്രൊഡക്ട്സ് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ വേറെ ഏത് ഷോപ്പിൽ നിന്ന് സാധനം വാങ്ങിച്ചാലും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഇന്ന ഒരു സാധനം കൂടെ ഫ്രീ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നു എന്ന് നമുക്ക് ഒരു കടയിൽ നിന്നും കിട്ടത്തില്ല. അത് ചെറിയ ഷോപ്പ് ആയിക്കോട്ടെ വലിയ ഷോപ്പ് ആയിക്കോട്ടെ, നമുക്കത് കിട്ടാറില്ല. അതുപോലെ തന്നെ അതിൽ നിന്ന് നമ്മൾ കൊടുക്കുന്ന പൈസയിൽ നിന്നൊരു ക്യാഷ് ബാക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു എമൗണ്ട് നമുക്ക് കിട്ടാറില്ല. എന്നാൽ ഇവിടെ 5% മുതൽ 16% വരെയുള്ള ഒരു ഓഫ് ക്യാഷ് ബാക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പൊ പുതുതായിട്ട് വന്നിരിക്കുന്ന ഒരു വ്യക്തി നമ്മൾ ഇവിടുന്ന് സാധനം വാങ്ങിക്കുമ്പോൾ നമുക്ക് 5% ആയിരിക്കാം നമുക്ക് എമൗണ്ട് ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടുന്നുണ്ടാവുക. എന്നാൽ പോകെ പോകെ അത് 5%, 8%, 12%, 16%, അങ്ങനെ ഓരോ ഇതിലും നമുക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ ക്വാളിറ്റിയിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും നമ്മൾ ഈ വ്യക്തമായ റീസൺ നമുക്കുണ്ട്, നമുക്ക് ഇതിന്റെ ക്വാളിറ്റി ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ വ്യക്തമായ റീസൺ ഉണ്ടെങ്കിൽ നമുക്കത് തിരിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പ്രൊഡക്റ്റ് നമുക്ക് തിരിച്ച് കൊടുത്ത് മാറാവുന്നതാണ്. അതുപോലെ തന്നെ കൺസിസ്റ്റൻസി ഓഫറുകളുണ്ട്. ഇതൊന്നും നിർബന്ധമല്ല. 4 മാസത്തോളം നമ്മൾ സാധനങ്ങൾ അടുപ്പിച്ച് ഇത്ര പോയിന്റിന് വാങ്ങുമ്പോൾ നമുക്ക് 2515 രൂപയുടെ പ്രൊഡക്റ്റ് 5-ാം മാസം നമുക്ക് കിട്ടുന്നു. ഇതൊന്നും നമ്മൾ മറ്റൊരു ഷോപ്പിൽ നിന്നും വാങ്ങിച്ചാലും നമുക്ക് കിട്ടുന്നതല്ല. ഇതെല്ലാം ഒരു കൺസ്യൂമറായി മാത്രം നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റുകളാണ്. നമ്മുടെ ഇനിയുള്ള നമ്മുടെ കാലഘട്ടത്തിലെ നമ്മുടെ ഒരു രീതി എടുത്ത് നോക്കുമ്പോൾ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന 3 ഇൻഡസ്ട്രി എന്ന് പറയുന്നത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗും വെൽനസ് ഇൻഡസ്ട്രിയും ഇ-കൊമേഴ്സുമാണ്. അതായത് നെറ്റ്വർക്കിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഡയറക്ട് സെല്ലിംഗ് തന്നെയാണ് വരുന്നത്. വെൽനസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഹെൽത്ത്, ഫിറ്റ്നസ്, ന്യൂട്രീഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇ-കൊമേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇന്ന് ഒരുമാതിരിപ്പെട്ട എല്ലാവരും തന്നെ ഇ-കൊമേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ ഇങ്ങനെയുള്ള വഴി നമ്മൾ പ്ലാറ്റ്ഫോമുകൾ വഴി നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. അത് നമ്മൾ എന്താ വാങ്ങിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൺവീനിയൻസ് ആയിട്ടുള്ള സമയത്ത് ഓഫറുകൾ കിട്ടാനായിട്ട്, അതുപോലെ തന്നെ ഹോം ഡെലിവറി, ഇതൊക്കെ ഉദ്ദേശിച്ചിട്ടായിരിക്കും നമ്മൾ ഇ-കൊമേഴ്സ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വെൽനെസ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈലിലും നമ്മുടെ ഡിസീസസ് ഒക്കെ ഒന്ന് മാറി കിട്ടാൻ, അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്തിനെ മെയിൻ ആയിട്ട് നോക്കിക്കൊണ്ട് തന്നെയാണ്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് സപ്ലിമെന്റ്, യോഗ, ജിം ഇതെല്ലാമാണ്. അതുപോലെ തന്നെ നെറ്റ്വർക്കിംഗിൽ നമ്മൾ ഉപയോഗിക്കുന്നത്, നെറ്റ്വർക്കിംഗ് ചെയ്യാനായിട്ട് എല്ലാവരും മുന്നോട്ട് വരുന്നതിന്റെ കാരണം ലോ ഇൻവെസ്റ്റ്മെന്റ് ആണ്, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വർക്ക് ടൈമിങ് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു 3 ഇൻഡസ്ട്രികളും ചേർന്ന ഒരു പ്ലാറ്റ്ഫോം ആണ് നമ്മുടെ വെസ്റ്റീജ് എന്ന് പറയുന്നത്.
അപ്പോ നമ്മുടെ ലൈഫിൽ എന്തുകൊണ്ടും നമ്മൾ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിലാണ് എത്തിപ്പെട്ടിരിക്കുന്നത്. ഇപ്പൊ ഇനി ഡിസിഷൻ എടുക്കേണ്ടത് നമ്മളാണ്. ഇവിടെ യാതൊരു വിധത്തിലുള്ള നിർബന്ധങ്ങളോ ഒന്നുമില്ല. നമുക്ക് വേണമോ വേണ്ടായോ എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. അപ്പോ നമ്മൾ നല്ലൊരു ഡിസിഷൻ എടുക്കട്ടെ. നിങ്ങൾ എല്ലാവരും നല്ലൊരു ഡിസിഷൻ എടുക്കുക. എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്ന എല്ലാവർക്കും തന്നെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകാം. അപ്പൊ ഈ ഒരു സംശയങ്ങള് മനസ്സിലുള്ള സംശയങ്ങൾ ചോദിക്കാനുള്ള ഒരു അവസരവും ഇനിയുണ്ട്. അതിനു വേണ്ടിയിട്ടും കൂടെ നിങ്ങൾ തയ്യാറാവണമെന്നും ഓർമ്മിപ്പിക്കുന്നു. താങ്ക് യു മാം. വളരെ നല്ല രീതിയിൽ തന്നെ പറഞ്ഞ് അവതരിപ്പിച്ചു ഈ പ്ലാൻ. പിന്നെ ഇനി നമുക്ക് ക്ലോസിംഗ് സെക്ഷനും നമുക്ക് ഒരുപാട് ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ഷാജി സാറിനെയാണ് ക്ഷണിക്കുന്നത്. സാറിനെ പറ്റി ഒരുപാട് പറയാനുണ്ട്. അപ്പൊ സാറിനെ ഈ എല്ലാവരുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്നതിനും ക്ലോസിംഗ് സെഷൻ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം. താങ്ക് യു സാജിദ ഒരു ഷോപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നാണ് ഈ ഓപ്പർച്യൂണിറ്റി ചെയ്യുന്നത്. പാർട്ട് ടൈമായിട്ടാണ് ഈ ഓപ്പർച്യൂണിറ്റി ചെയ്യുന്നത്. അതുകൂടാതെ വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് ഇന്ന്. ലിദിയ മാഡം എടുത്ത പ്രസൻറ്റേഷൻ എനിക്ക് തന്നെ അതിശയമായിട്ടുണ്ടായിരുന്നു. ഇന്ന് കുറച്ച് ഒരു 11:30 ഒരു 12 മണിയാകുമ്പം 2-3 സ്ലൈഡിൻ്റെ ഡൗട്ടുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സാറേ ഇതെന്താ സംഭവം, ഈ ഫ്രീ പ്രൊഡക്റ്റ് എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ ബോണസ് ലെവൽ വരുന്നതൊക്കെ സംശയം ചോദിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ചിന്തിച്ചത് ഈ ബിസിനസ്സിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മനസ്സുകൊണ്ട് ചോദിക്കുകയെന്ന് വെച്ചത്. അതിനുശേഷം ഒരു 1:45-2 മണി സ്ലൈഡ് ഓപ്പൺ ആകുന്ന സമയം വേണ്ടി സാർ ഇന്നത്തെ പ്രസൻറ്റേഷൻ ഞാൻ ചെയ്തോളൂ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് തന്നെ സർപ്രൈസ് ആയിപ്പോയി. കാരണം ഈ ബിസിനസ്സിൽ വന്നിട്ട് കുറച്ച് 8 മാസമേ ആയിട്ടുള്ളൂ. ഒരു വീട്ടമ്മയാണ്. പക്ഷേ എല്ലാ ദിവസവും പ്രസൻറ്റേഷൻ കേട്ടുകൊണ്ട് ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കിയത്. ഇത് തന്നെയാണ് ഈ ബിസിനസ്സിൻ്റെ പ്രത്യേകത. നിങ്ങൾക്ക് ഒരു പേഴ്സണാലിറ്റിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇവിടെ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 44 പേര് ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. താങ്ക് യു ലിദിയ മാഡം. വണ്ടർഫുൾ ആയിട്ട് പ്രസൻറ്റേഷനാണ് ചെയ്തിരിക്കുന്നത്. താങ്ക് യു വെരി മച്ച്. എനിവേ ഇനി പുതിയ ഒരുപാട് ആൾക്കാരുണ്ടാവും. നിങ്ങളെല്ലാവരും ഒരു എക്സ്ട്രാ വരുമാനം ആഗ്രഹിച്ചാണ് വന്നത്. ഇപ്പോൾ ലിദിയ മാഡം പറഞ്ഞിരിക്കുന്ന ആ സ്ലൈഡ് ഉപയോഗിച്ച് പറഞ്ഞ പ്രസൻറ്റേഷനെ ഞാനൊന്നും കൂടെ വ്യക്തമാക്കി നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിനു മുന്നേ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ സ്വദേശം കണ്ണൂരാണ്. ഞാൻ ഇപ്പോൾ ഉള്ളത് ദുബായിലാണ്. 21 വർഷമായി ഞാൻ ദുബായിൽ വന്ന് ജോലി ചെയ്യണു. ഫാമിലിയോടൊപ്പം ദുബായിലാണ്. നല്ല ശമ്പളം ഉള്ളതുകൊണ്ട് ഫാമിലിയെ കൂടെ നിർത്താൻ സാധിച്ചു. യാദൃശ്ചികമായിട്ട് കൊറോണ വന്ന സമയത്ത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കൊറോണ വന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ സ്ട്രഗിൾ വന്നിട്ടുണ്ടാവും. ജോലി നഷ്ടപ്പെട്ട ആൾക്കാരുണ്ടാവും, ആരോഗ്യം നഷ്ടപ്പെട്ട ആൾക്കാരുണ്ടാവും, അതുപോലെ തന്നെ വരുമാനം കുറഞ്ഞ ആൾക്കാരുണ്ടാവും. ഞാൻ ഇതിൽ വരുമാനം കുറഞ്ഞൊരു കാറ്റഗറിപ്പെട്ട ആളാണ്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ജോലി നഷ്ടപ്പെട്ടു, എൻ്റെ ശമ്പളം കുറഞ്ഞു. ആ സമയത്ത് എനിക്ക് EMI അടക്കാനും ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനും ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. ഒരു എക്സ്ട്രാ വരുമാനം ആഗ്രഹിച്ചാണ് യാദൃശ്ചികമായിട്ട് ഒരു പരിചയമില്ലാത്ത വ്യക്തിയിലൂടെ വെസ്റ്റീജ് എന്ന കമ്പനിയെക്കുറിച്ച് അറിയാൻ സാധിച്ചതും 1.5 വർഷം ജോലിയോടൊപ്പം പാർട്ട് ടൈമായി ചെയ്ത ഞാൻ ഇന്ന് ജോലി ഉപേക്ഷിച്ചുകൊണ്ട് ഫുൾ ടൈമായിട്ട് ദുബായിൽ ഇരുന്നു കൊണ്ട് 13 രാജ്യത്ത് ബിസിനസ് ചെയ്യുന്ന ഒരു ബിസിനസ് ഓൺട്രപ്രണറായി മാറാൻ സാധിച്ചു. 1 രൂപ പോലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാതെ, 1 രൂപ പോലും ഒരാൾക്ക് കൊടുക്കാതെ, ഒരാളുടെ കൈയിൽ നിന്ന് ഒരു പൈസ വാങ്ങിക്കാതെ, ആരെയും നിർബന്ധമായിട്ട് ഒരു പ്രൊഡക്റ്റ് പോലും പർച്ചേസ് ചെയ്യിപ്പിക്കാതെ ഒരു ബിസിനസ് ഓൺട്രപ്രണറായി മാറാൻ സാധിച്ചിരിക്കുകയാണ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ, വണ്ടിക്കൂലി കൊടുക്കാതെ ഒരു ബിസിനസ് ചെയ്യാൻ സാധിക്കുകയാണ്. അതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. 21 വർഷം കംപ്ലീറ്റ് ആയ വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഒരു ഇന്ത്യൻ കമ്പനി 2004 ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ്. 450-ൽ പരം പ്രൊഡക്റ്റ് സ്വന്തമായിട്ട് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്ന ഹിമാചൽ പ്രദേശിൽ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനി. അത് കസ്റ്റമറിലേക്ക് പ്രൊഡക്റ്റ് എത്തിക്കുന്നത് കസ്റ്റമറിലൂടെയാണ്. സാധാരണ നമ്മൾ ട്രഡീഷണൽ മാർക്കറ്റിംഗ് വഴി സാധനങ്ങൾ വാങ്ങിക്കുന്നത് പല സിനിമാ താരങ്ങളും ക്രിക്കറ്റ് കളിക്കാരും കോടീശ്വരന്മാരായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്ന വഴി. ഇവിടെ വെസ്റ്റീജ് കമ്പനി സിനിമാ താരങ്ങളെ, ക്രിക്കറ്റ് കളിക്കാരെ വെക്കാതെ, സെലിബ്രിറ്റീസിനെ വെക്കാതെ, TV ചാനലിനെ ഉപയോഗിക്കാതെ, കച്ചവടക്കാരെയും ഹോൾസെയിലർമാരെയും CNF ഏജൻറ്റും വെക്കാതെ നേരിട്ട് കസ്റ്റമർക്ക് ഉൽപ്പന്നങ്ങൾ കൊടുത്തുകൊണ്ട് ആ സാധനങ്ങൾ ഉപയോഗിക്കുന്ന കസ്റ്റമർക്ക് ഒരു വരുമാനം ഉണ്ടാക്കാൻ ഒരു അവസരം കൊടുക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ആ ഒരു ചെലവിൽ നിന്നും ലൈഫ് ലോങ് വരുമാനം ഉണ്ടാക്കാൻ, ഒരു പാസീവ് ഇൻകം ഉണ്ടാക്കാൻ ഒരവസരമാണ് വെസ്റ്റീജ് കമ്പനി നമുക്ക് തരുന്നത്. ഇവിടെ നിങ്ങൾ യാതൊരുവിധ നിർബന്ധ പർച്ചേസിംഗ് ഇല്ല. നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ സാധാരണ കടയിൽ പോയി വാങ്ങിയത് പകരം
വെസ്റ്റീജിൻ്റെ ഔട്ട്ലെറ്റ് വഴിയോ അല്ലെങ്കിൽ ഓൺലൈൻ വഴി ഇ കൊമേഴ്സ് വഴിയോ നമുക്ക് ഈ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കാനും അതിലൂടെ ലൈഫ് ലോങ് വരുമാനം ഉണ്ടാക്കാൻ ഒരു അവസരം നമുക്ക് തരുന്നുണ്ട്. ഇനി ഇതിൻ്റെ ബെനിഫിറ്റുകൾ ഞാൻ പറഞ്ഞുതരാം. ഇതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം അതും കൂടി പറയാം. നിങ്ങൾ ഈ ലിങ്ക് അയച്ചെന്ന സൂം ലിങ്ക് അയച്ചെന്ന വ്യക്തി കമ്പനിയോടൊപ്പം രജിസ്ട്രേഷൻ ചെയ്തിട്ടും ഫ്രീ ആയിട്ട് യാതൊരു വിധ പൈസയും കൊടുക്കാതെ നിങ്ങളുടെ മൊബൈലിനകത്ത് ഒരു ഫ്രാഞ്ചൈസി ഓപ്പൺ ആക്കി തരും. അതിനുശേഷം എല്ലാ പ്രൊഡക്റ്റുകളും ആ മൊബൈലിൽ കാണാൻ സാധിക്കും. മീഷോയിലും ആമസോണിലൊക്കെ പർച്ചേസ് ചെയ്യുന്ന ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിനടുത്ത് ഷോപ്പുകളുണ്ടെങ്കിൽ അവിടെ പോയിട്ട് പർച്ചേസ് ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം എന്താണോ വീട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടുന്നത് അത് വെസ്റ്റീജിലേക്ക് മാറ്റാന്നുള്ള മാത്രം. ചേഞ്ച് യുവർ ഷോപ്പ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും 43 പേര് ഇവിടെ ഉണ്ടാവും, ഇതിന് വില കൂടുതലായിരിക്കുമോ, സാധനത്തിന് വില കൂടുതൽ വാങ്ങിച്ചിട്ട് വരുമാനം തരുന്ന പരിപാടിയാണെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. അതുപോലത്തെ പരിപാടിയല്ല കേട്ടോ. ആവശ്യമില്ലാതെ കുറേ സാധനം പർച്ചേസ് ചെയ്യുന്ന കമ്പനിയല്ല. നിങ്ങൾക്ക് 100% നാച്ചുറൽ ഓർഗാനിക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഏതൊരു സാധാരണക്കാരനും സ്ഥിരമായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന വിലയിൽ ഒരു പ്രാവശ്യം വാങ്ങിച്ചു കഴിഞ്ഞാൽ ലൈഫ് ലോങ് നിങ്ങൾ ഈ കമ്പനിയുടെ കസ്റ്റമറായി മാറാൻ സാധിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു സാധാരണക്കാരൻ ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് സ്ഥിരമായിട്ട് വാങ്ങിക്കണമെങ്കിൽ അതിൻ്റെ വില നിങ്ങൾക്ക് ഓക്കെ ആവണം, അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് ഓക്കെ ആവണം, അതിൽ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ രണ്ടാമത് വാങ്ങിക്കുള്ളൂ. 21 വർഷമായിട്ട് ഒരു സെലിബ്രിറ്റീസ് പോലും, ഒരു സിനിമാ താരങ്ങൾ പോലും പരസ്യത്തിൽ പറയാതെ, TV ചാനലിൽ കാണിക്കാതെ, സൂപ്പർ മാർക്കറ്റിൽ വെക്കാതെ ഒരു കമ്പനി നേരിട്ട് കസ്റ്റമറിലേക്ക് കൊടുത്തുകൊണ്ട് 5000 കോടി ടേൺ ഓവർ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ 5 കോടിയിലധികം ആൾക്കാർ ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റി വഴിയാണ്. 4 വർഷം മുന്നേ പാർട്ട് ടൈമായിട്ട് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്ന് ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിച്ചപ്പോൾ കിട്ടിയ സന്തോഷം, എക്സൈറ്റ്മെൻറ്റ്, അത് വാങ്ങിച്ച സമയത്ത് എനിക്ക് കിട്ടിയ ഫ്രീ പ്രൊഡക്റ്റും ഒരു വരുമാനം, ചെറിയൊരു വരുമാനം, ചായ കുടിക്കാനുള്ള ഒരു പൈസ എനിക്ക് വരുമാനമായിട്ട് കമ്പനി തന്നു. 147 രൂപയുടെ വരുമാനവും 300 രൂപക്കുള്ള പ്രൊഡക്റ്റ് ഫ്രീ കിട്ടി. അതെന്നെ സന്തോഷിപ്പിച്ചു. അതുകൂടാതെ ആ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മളെല്ലാ കാര്യം ഷെയർ ചെയ്യാറുണ്ടല്ലോ. നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ ഒരു മൊബൈൽ വാങ്ങിച്ചാൽ, ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ, നല്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, നല്ലൊരു ഡ്രസ്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ, മൊബൈലിനകത്തൊരു വീഡിയോ വന്നു കഴിഞ്ഞാൽ നമ്മൾ പരസ്പരം ഷെയർ ചെയ്യുന്ന ആൾക്കാർ. 1 രൂപയുടെ ലാഭമില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആൾക്കാരാണ്. ഇവിടെ വെസ്റ്റീജ് കമ്പനിയുടെ പേസ്റ്റ് ഉപയോഗിച്ച് കിട്ടിയ സന്തോഷം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സിനോട് പറഞ്ഞപ്പോൾ അവർക്കും പല്ലുവേദനയും പല്ല് പുളിപ്പൊക്കെ ഉണ്ടായിരുന്നു. വെസ്റ്റീജിൻ്റെ പേസ്റ്റ് വാങ്ങിച്ച് ഉപയോഗിച്ച് കിട്ടിയ സന്തോഷത്തിൽ 4 വർഷമായിട്ട് അവരുടെ വീട്ടിലേക്കുള്ള എല്ലാ സാധനവും ഇന്ന് വെസ്റ്റീജ് വഴി വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനും എൻ്റെ വീട്ടിലേക്ക് വെസ്റ്റീജ് വഴി വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആ ഒരു 6 വ്യക്തികളിലൂടെ, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു 6 ഫ്രണ്ട്സിലൂടെ 5300-ലധികം ആൾക്കാർ 13 രാജ്യത്തിരുന്നു കൊണ്ട് വെസ്റ്റീജിൻ്റെ പ്രൊഡക്റ്റ് ഉപയോഗിക്കൊണ്ട് ഒരു മാസം ഞാൻ വീട്ടിലേക്ക് വാങ്ങിക്കുന്നത് 3000 രൂപക്കുള്ള സാധനമാണ്. പക്ഷേ എൻ്റെ ഓർഗനൈസേഷൻ വഴി കമ്പനിക്ക് പോകുന്നത് 10 ലക്ഷത്തിന് മേലുള്ള കച്ചവടമാണ്. ഒരു ഷോപ്പില്ലാതെ, ഒരു സ്റ്റാഫിനെ വെക്കാതെ, 1 രൂപയുടെ സാധനം പോലും ബൾക്കായി വാങ്ങിക്കാതെ, വാടക കൊടുക്കേണ്ട, ശമ്പളം കൊടുക്കേണ്ട, ടെൻഷൻ അടിക്കേണ്ട, റിസ്ക് ഇല്ലാതെ വീട്ടിലേക്കുള്ള സാധനം വാങ്ങിച്ച് ഉപയോഗിച്ചുകൊണ്ട് ലൈഫ് ലോങ് വരുമാനം ഉണ്ടാക്കാൻ ഒരു അവസരം വെസ്റ്റീജ് കമ്പനി നമുക്ക് തരികയാണ്. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. രജിസ്ട്രേഷൻ ചെയ്യുക. വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ മറ്റുള്ള കടകളിൽ പോയി പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതിന് പകരം വെസ്റ്റീജിൻ്റെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞു, 35% വരെ ഡിസ്കൗണ്ടിൽ പ്രൊഡക്റ്റ് തരുന്നുണ്ട്, 10% ഫ്രീ പ്രൊഡക്റ്റ് തരുന്നുണ്ട്, 5 മുതൽ 16% വരെ ഒരു വരുമാനം 10-ാം തീയതി നമുക്ക് തരും. നിങ്ങൾ വാങ്ങിച്ച പ്രൊഡക്റ്റ് വീട്ടിൽ കൊണ്ടുപോയി പൊട്ടിച്ച് ഉപയോഗിച്ച് നോക്കുമ്പോൾ ക്വാളിറ്റി ഇല്ലെങ്കിൽ തിരിച്ചു കൊടുക്കാൻ അവസരം തരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആരെങ്കിലും തരാറുണ്ടോ? വീട്ടിൽ കൊണ്ടുപോയി അത് പൊട്ടിച്ച് ഉപയോഗിച്ച് ക്വാളിറ്റി ഇല്ലെങ്കിൽ തിരിച്ചു കൊടുക്കാൻ സാധിക്കും. ടെൻഷൻ അടിക്കേണ്ട. ഒരു 50 പൈസയുടെ പോലും നഷ്ടങ്ങൾ നിങ്ങൾക്ക് അവിടെ ഫീലിങ്സ് വരില്ല. 4 വർഷമായിട്ട് ഒരു പ്രൊഡക്റ്റ് പോലും ഞാൻ ഇതുവരെ സെയിൽ ചെയ്യാൻ പോയിട്ടില്ല. ഒരാളെ കൊണ്ട് നിർബന്ധിച്ചൊരു സാധനം പർച്ചേസ് ചെയ്യിപ്പിച്ചിട്ടില്ല. എൻ്റെ വീട്ടിലേക്ക് എനിക്ക് ഉപയോഗിക്കാനുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിച്ച് ഉപയോഗിച്ചുകൊണ്ട് ഒരു ബിസിനസ് ഓൺട്രപ്രണറായി മാറി റിട്ടയർമെൻറ്റ് ലൈഫിലേക്ക് പോയിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളുടെ പാഴാക്കി കളയുന്ന സമയം ഉപയോഗിച്ചുകൊണ്ട്, നിങ്ങൾ ജോലി കഴിഞ്ഞ് വന്നുള്ള ബാക്കി സമയം ഉപയോഗിച്ചുകൊണ്ട്, വീട്ടമ്മമാർ വീട്ടിൽ ജോലി ചെയ്തുള്ള ബാക്കി കുറച്ച് സമയം ഉപയോഗിച്ചുകൊണ്ട്, സ്റ്റുഡൻസ് ആണെങ്കിൽ പഠനത്തോടൊപ്പം ഒരു വരുമാനം 5 വർഷം കൊണ്ട് റിട്ടയർമെൻറ്റ് ലൈഫിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ആരോഗ്യത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇന്ന് നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന ഏറ്റവും വില കുറഞ്ഞ പ്രൊഡക്റ്റ് അന്വേഷിച്ച് നടന്ന് അത് ഉപയോഗിച്ച് അതിനുശേഷം അസുഖങ്ങൾ വന്ന് ഡോക്ടർമാരെ കാണിച്ച് കെമിക്കൽ ഡ്രഗ്സ് മെഡിസിൻ കഴിച്ച് വീണ്ടും രോഗികളായിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അസുഖങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഹോസ്പിറ്റലിൻ്റെ വലുപ്പം കൂടിക്കൊണ്ടിരിക്കുക, ടെക്നോളജി വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ആലോചിച്ച് നോക്കുക, അസുഖങ്ങൾ കൂടുന്നല്ലാതെ അസുഖം മാറാറുണ്ടോ? ഇന്നൊരു പനി വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ ട്രിപ്പ് ഇട്ട് അവിടെ കിടത്തും.
നമ്മളെ കയ്യിലുള്ള പൈസ വെച്ച് അവർ വാങ്ങിച്ചുകൊണ്ടിരിക്കും. പണ്ട് നമുക്ക് പനി വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ കാണിച്ചാൽ 5 ദിവസത്തേക്ക് മരുന്ന് തരും, 2 ദിവസം കഴിക്കുന്നതിന് പനി മാറുകയാണ്. ഇന്ന് അങ്ങനെയാണ് അവസ്ഥ. കയ്യിലുള്ള പൈസ കംപ്ലീറ്റ് പോകും, 1-2 ആഴ്ച ലീവായിരിക്കും, പണിക്ക് പോകാൻ സാധിക്കില്ല. പല ആൾക്കാരുടെ അവസ്ഥ തന്നെയാണ്. നാട്ടിൽ മഴ വന്നു കഴിഞ്ഞാൽ പണി ഉണ്ടാവില്ല സാധാരണ ജോലിക്കാർക്ക്. മഴ കൂടി കഴിഞ്ഞാൽ വർക്ക് കുറയും, ശമ്പളം കുറയും. ഒരു നാട്ടിലൊരു നല്ല ജോലി പഠിച്ച ഒരു വ്യക്തിക്ക് നല്ല ജോലി കിട്ടിക്കഴിഞ്ഞാൽ 20,000 രൂപ അല്ലെങ്കിൽ 25,000 രൂപ, 5,000 രൂപ, 10,000 രൂപ, ഇതാണ് നമുക്ക് കിട്ടുന്ന ശമ്പളം. ഇതുകൊണ്ട് ഇന്നത്തെ ചെലവ് നടക്കുക സുഹൃത്തുക്കളെ. മക്കളെ പഠിപ്പിക്കാൻ എത്ര പൈസ വേണം? 18 വയസ്സ് കഴിഞ്ഞ് മക്കളെ അച്ഛന്മാർ പഠിപ്പിക്കുന്ന ലക്ഷങ്ങൾ കൊടുത്തിട്ടാണ്. അത് കഴിഞ്ഞ് പഠനം കംപ്ലീറ്റ് വന്നു കഴിഞ്ഞാൽ പെൺകുട്ടികളാണെങ്കിൽ കല്യാണം കഴിഞ്ഞ് ഒരു വഴിക്കങ്ങ് പോകും. പിന്നെ വീട്ടമ്മമാരെ ഒതുങ്ങി കൂടിക്കും. ജെൻസ് ആണെങ്കിൽ ഒരു കിട്ടിയ ശമ്പളത്തിൽ ജോലി ചെയ്ത് തൃപ്തിപ്പെടേണ്ട ആവശ്യം, അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പറ്റാതെ ബുദ്ധിമുട്ട് നടക്കാം. ദുബായിൽ ഇരിക്കുന്ന ഞാൻ ഇത്രയും നല്ല ജോലി, ലോജിസ്റ്റിക്സ് കോർഡിനേറ്റർ വർക്ക് ചെയ്യുന്ന ഞാൻ ജോലി ഉപേക്ഷിക്കാൻ കാരണം ഇത്രയും വർഷം ദുബായിൽ ജോലി ചെയ്തിട്ട് എനിക്കൊന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല, ഒരാളെ സഹായിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ അനേകം ഫാമിലിക്ക്, അനേകം വീട്ടമ്മമാർക്കൊക്കെ വരുമാനം എത്തിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. കുറേ ആൾക്കാർക്ക് ആരോഗ്യം ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളുടെ പാഴാക്കി കളയുന്ന സമയം ഉപയോഗിച്ചുകൊണ്ട് ഒരു വരുമാനം ഉണ്ടാക്കാൻ? അതും ജീവിതകാലം മുഴുവൻ, ഏത് പ്രായത്തിലും, നിങ്ങളുടെ ആബ്സെൻസിലും നമ്മളെ കുടുംബത്തിലേക്ക് ഒരു വരുമാനം എത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇന്ന് നമ്മൾ ചെയ്യുന്ന ജോലി 55-60 വയസ്സ് വരെ മാക്സിമം ജോലി ചെയ്യാൻ സാധിക്കുള്ളൂ, ആരോഗ്യം ഉണ്ടെങ്കിൽ പോലും. ഇന്ന് അതും അവസ്ഥ അങ്ങനത്തെയാണ്. ചെറിയ പ്രായത്തിൽ പോലും അസുഖങ്ങൾ വന്ന ആൾക്കാർ ഇല്ലാണ്ടായി പോവാം. നിങ്ങൾക്ക് ആരോഗ്യത്തോടെ ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ടോ? ഒരു അസുഖങ്ങളും വരാതെ ഹെൽത്തിയായി നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. 80-ാമത്തെ വയസ്സിലും 90-ാമത്തെ വയസ്സിലും 100-ാമത്തെ വയസ്സിലും ഒരു അസുഖമില്ലാതെ ആരോഗ്യത്തോടെ മരുന്നുകൾ കഴിക്കാതെ ആ സമയത്തും ലക്ഷങ്ങൾ വരുമാനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇന്നല്ല അച്ഛനമ്മമാർ എന്താ ചെയ്യുന്നത്? മക്കളെ പഠിപ്പിക്കും, ലക്ഷങ്ങൾ കൊടുത്തിട്ട്. പഠനം കംപ്ലീറ്റ് കഴിഞ്ഞാൽ അവർ ജോലിക്ക് പോകും വിദേശത്ത്. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈഫിനായിട്ട് അവരെ കൊണ്ട് പോകും. അച്ഛനും അമ്മയും ഒറ്റയ്ക്ക് വീട്ടിൽ കഴിയേണ്ട അവസ്ഥ വരും. നിങ്ങളുടെ മക്കളെ കൂടെ തന്നെ നിർത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ? അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ ഓപ്പർച്യൂണിറ്റി, 18 വർഷമായ വയസ്സുള്ള ഏതെങ്കിലും മക്കൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അവരുടെ പേരിൽ രജിസ്ട്രേഷൻ ചെയ്യുക, ഐ ഡി എടുക്കുക. നിങ്ങൾ ആദ്യം രജിസ്ട്രേഷൻ ചെയ്യുക, അതിന് മക്കളെ അതിലേക്ക് ഇൻവോൾവ് ആക്കുക, അവരെ പഠിക്കാൻ വിടുക. പഠനം കംപ്ലീറ്റ് കഴിഞ്ഞ് തിരിച്ച് വരുന്ന സമയത്ത് നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ലക്ഷങ്ങൾ വരുമാനമുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ സാധിക്കും. നിങ്ങൾ ലക്ഷങ്ങൾ കൊടുത്ത് പഠിപ്പിച്ച ഒരു വിദ്യാഭ്യാസത്തിലും അത്രയും വരുമാനം വാങ്ങിക്കാൻ സാധിക്കില്ല സുഹൃത്തുക്കളെ. ആ ഒരു തിരിച്ചറിവാണ് ഞാൻ എൻ്റെ ദുബായിലുള്ള ജോലി റിസൈൻ ചെയ്തുകൊണ്ട് ഈ ബിസിനസ് സീരിയസ് ആയിട്ട് എൻ്റെ ലൈഫായിട്ട് ഏറ്റെടുത്തുകൊണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കാര്യം ഞാൻ പറഞ്ഞ കാര്യം കുറച്ചൊക്കെ 1% ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ബാക്കി നിങ്ങൾ കണ്ടിന്യൂ ഉള്ള ഓരോ സെഷൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാവുന്നുണ്ടാവും. നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിക്കുന്ന സമയത്ത് അതിനകത്ത് കിട്ടുന്ന വരുമാനം ചെറിയൊരു വരുമാനമായിരിക്കും. നമ്മളത് ഉപയോഗിച്ച് അതിൽ കിട്ടുന്ന സന്തോഷം, നമ്മൾ ആരോടെങ്കിലും ഷെയർ ചെയ്യുന്ന സമയത്ത്, എക്സൈറ്റ്മെൻറ്റ് ഷെയർ ചെയ്യുന്ന സമയത്ത് നമുക്കവിടെ വരുമാനം ഉണ്ടാക്കാൻ ഒരു അവസരമാണ് കിട്ടുന്നത്. ഈ എക്സൈറ്റ്മെൻറ്റ് ഷെയർ ചെയ്യുന്ന സമയത്ത് മറ്റുള്ള വ്യക്തി ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന സമയത്ത് അവർ ഓരോ സാധനം വാങ്ങിച്ച് ഉപയോഗിക്കുന്ന സമയത്ത് അതിനകത്ത് വരുമാനം വാങ്ങിക്കാൻ പറ്റും. ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന 6 ഫ്രണ്ട്സിനോട് പറഞ്ഞ ഈ ഒരു ഓപ്പർച്യൂണിറ്റി അവരത് ഡ്യൂപ്ലിക്കേഷൻ ചെയ്തപ്പോൾ 5300-ലധികം വരുന്ന നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. എനിക്കിതിൽ ആകെ അറിയുന്നത് 6 പേരെ മാത്രമാണ്. ഞാൻ ആരെയും നേരിട്ട് കണ്ടിട്ടില്ല. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2 മണിക്കും വൈകുന്നേരം 5 മണിക്കും രാത്രി 9 മണിക്കും ഇതേ സൂം പ്ലാറ്റ്ഫോമിലൂടെ ഈ ഓപ്പർച്യൂണിറ്റി എല്ലാ പുതിയ വ്യക്തികൾക്കും, ഇന്ന് 44 പേരുണ്ടാവും, വൈകുന്നേരം 80, 90, 100 പേരുണ്ടാവും. 3 നേരം ഇതേപോലെ പ്രസൻറ്റേഷൻ ചെയ്യുന്ന ഇത്രയും പുതിയ ആൾക്കാർ ഈ കമ്പനിയെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഈ കമ്പനിയുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയാൻ ശ്രമിച്ചുകൊണ്ട് അവരിതിൻ്റെ ലൈഫ് ലോങ് കസ്റ്റമറായിക്കൊണ്ടിരിക്കുക. ഇന്ന് ലുലു മാൾ പോലും ഒരു ദിവസം 100-150 പുതിയ കസ്റ്റമർ വരാറില്ല. ലുലു മാൾ പോലും 100 കസ്റ്റമറോളം പുതിയ ആൾക്കാർ വരാറില്ല. ഇവിടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഞാൻ മാത്രം ചെയ്യുന്ന, നമ്മൾ ഓർഗനൈസേഷൻ മാത്രം ചെയ്യുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു ദിവസം 100-150 പുതിയ വ്യക്തികൾ വെസ്റ്റീജ് കമ്പനിയെക്കുറിച്ച് മനസ്സിലാക്കാൻ വരുന്നുണ്ട്. അവരിതിൻ്റെ റെഗുലർ കസ്റ്റമറായി മാറുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ലോകം മുഴുവൻ ബിസിനസ് ചെയ്യാൻ സാധിക്കുന്ന ബിസിനസ് അവസരം. കമ്പനിയുടെ മാർക്കറ്റിംഗ് കോസ്റ്റ് നമുക്ക് വരുമാനമാക്കിയെടുക്കാൻ സാധിക്കുന്നത്. ഒരു ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും കൊടുക്കേണ്ട ആവശ്യമില്ല. 450-ൽ പരം പ്രൊഡക്റ്റ് നമുക്ക് ഉപയോഗിക്കാനുള്ള FMCG പ്രൊഡക്റ്റുകൾ, കുളിക്കാൻ ഉപയോഗിക്കുന്ന സോപ്പ് 4-5 തരം സോപ്പുണ്ട്. TFM 76-ന് മേലുള്ള സോപ്പ്, പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന പേസ്റ്റ്, പല്ല് വേദന, പല്ല് പൊള്ളിപ്പ്, മോണപ്പഴുപ്പനും വായപ്പുണ്ണിനൊക്കെ റിസൾട്ട് തരുന്ന പേസ്റ്റ്, ഡോക്ടർമാർ റെഫർ ചെയ്യുന്നൊരു പേസ്റ്റ് നമ്മുടെ നാട്ടിലുണ്ട്. 240 രൂപയാണ് അതിൻ്റെ വില. ആ വിലക്ക് 3 പേസ്റ്റ് വാങ്ങിക്കാം നമ്മൾ ഈ കമ്പനിയിലൂടെ. അതിനേക്കാളും ക്വാളിറ്റി പേസ്റ്റിലുണ്ട്. ചായപ്പൊടിയുണ്ട്, കോഫി പൊടിയുണ്ട്, കുക്കിംഗ് ഓയിൽ, തവിടെണ്ണ വാങ്ങിച്ച് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ നമ്മളെ വിളിക്കുന്നുണ്ടാവും. അത്രയ്ക്കും ഹാപ്പി ആയിരിക്കും. വെളിച്ചെണ്ണയെക്കാളും വില കുറവിൽ omega-3 അടങ്ങിയിരിക്കുന്ന ഫിസിക്കലായിട്ട് റിഫൈൻ ചെയ്ത തവിടെണ്ണ ഒരു ബോട്ടിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ജീവിതകാലം മുഴുവൻ ഈ കമ്പനിയുടെ കസ്റ്റമറായി മാറുന്നുണ്ടോ?
കൊളസ്ട്രോൾ ഉള്ള വ്യക്തിക്ക് ഒരു മാസം കൊണ്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ ബ്രേക്ക്ഫാസ്റ്റിൽ ഹൈ ന്യൂട്രീഷൻ ബ്രേക്ക്ഫാസ്റ്റിലാണ് നമ്മൾ ഇഡ്ഡലി ദോശ കഴിക്കുന്ന പച്ചരിയുടെ ആ സാധനമല്ല, എല്ലാ ന്യൂട്രീഷൻ പ്രോട്ടീൻസും അടങ്ങിയ ബ്രേക്ക്ഫാസ്റ്റ് അവൈലബിൾ ആണ്. ഫ്രഷ്നപ്പ് ഡ്രിങ്ക് അവൈലബിൾ ആണ്. കുട്ടികൾ കൊടുക്കാൻ വേണ്ടി ചോക്ലേറ്റ് ബാറുകൾ അവൈലബിൾ ആണ്. ഹോം കെയർ ഐറ്റംസ്, പാത്രം കഴുകാൻ, തുണി കഴുകാൻ, തറ തുറക്കാൻ, ടോയ്ലറ്റ് കഴുകാൻ, ഇങ്ങനെയുള്ള നിരവധി പ്രൊഡക്റ്റുകൾ. മുടി സംരക്ഷണത്തിലുള്ള ഹെയർ സ്പാ, കണ്ടീഷണർ, ഹെയർ ഓയിൽ, ഷാമ്പു, മുടി വളരാനും മുടി പൊഴിയാതിരിക്കാനും ഡാൻഡ്രഫ് മാറാനും തലയിൽ പേൻ മാറാനും മറ്റു വണ്ടർഫുൾ ആയിട്ടുള്ള ഷാമ്പൂസൊക്കെ അവൈലബിൾ ആണ്. ബ്യൂട്ടി ആൻഡ് കോസ്മെറ്റിക്സ് 100ഓളം പ്രൊഡക്റ്റുകളുണ്ട്. കൃഷിക്കാരെ സഹായിക്കാൻ, കൃഷിയിലൂടെ ജീവിതമാർഗം കാണുന്ന ആൾക്കാർക്ക് അവർക്ക് കിട്ടുന്ന വരുമാനത്തെ ഇരട്ടിയാക്കി മാറ്റാൻ, ഇപ്പോൾ ഒരു കൃഷിയിലൂടെ 20,000 30,000 ഉണ്ടാക്കുന്ന കർഷകരുണ്ട്, അതിന് 50,000 1 ലക്ഷം രൂപയാക്കി മാറ്റാൻ സാധിക്കും. നമ്മുടെ ഓർഗാനിക് കൃഷിയെ സപ്പോർട്ട് ചെയ്യുന്ന അഗ്രി പ്രൊഡക്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ. വെൽനസ് പ്രൊഡക്റ്റ് അവൈലബിൾ 450 പരം പ്രൊഡക്റ്റ് ഉണ്ട്. ഇതിൽ ഗ്രോസറി ഐറ്റംസ് ഇല്ല, അരി, പയറുവർഗ്ഗങ്ങൾ, ആട്ടപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഒന്നും ഇല്ല. അതും ഇതിലേക്ക് വരുന്നുണ്ടാവും കുറച്ച് കഴിയുമ്പം. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം എത്ര രൂപയ്ക്ക് വേണമെങ്കിലും വാങ്ങിച്ച് ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാകാത്ത കാര്യങ്ങൾ എന്തുകൊണ്ടെങ്കിൽ അൺമ്യൂട്ടാക്കി ചോദിക്കാം, ഞാൻ എല്ലാവരും അൺമ്യൂട്ടാക്കി തരാം. ക്ലിയർ ആയ ആൾക്കാർക്ക് ഇതിലൂടെ ഒരു വരുമാനം, ലക്ഷങ്ങൾ വരുമാനം വേണമെന്ന് ആഗ്രഹിക്കുന്ന, ഒരു ലൈഫ് ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ആരും റെഡി, ഞാൻ റെഡിയാണെന്ന് പറഞ്ഞാൽ മെസ്സേജ് ടൈപ്പ് ചെയ്യാം. എനിക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ അറിയണം, ആരും റെഡിയെങ്കിൽ റെഡി ടൈപ്പ് ചെയ്യാം. അല്ലാത്ത ആൾക്കാർക്ക് കുറച്ചും കൂടെ എന്തെങ്കിലും അറിയണമെങ്കിൽ, കൂടുതലായിട്ട് അറിയണമെങ്കിൽ അൺമ്യൂട്ട് ആക്കിക്കോളൂ. ഞാൻ പുതിയ വ്യക്തികളെ കംപ്ലീറ്റ് അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ജിനി, അതുപോലെ സുമിമോൾ, കിരൺ, ഷഹീന, റഷീദ്, പിന്നെ ഉള്ളതാരാ, കൃഷ്ണ, ശ്രുതി ദേവി, സൈൻ, അജയ് കുമാർ, പുതിയ ആൾക്കാർ ഡോണ, ഒന്ന് അൺമ്യൂട്ടാക്കാം. റിംസി ഞാനാണ് റിംസിക്ക് മെസ്സേജ് അയച്ചു കേട്ടോ. ഒന്ന് അൺമ്യൂട്ടാക്കാം. അനീസ് മാവേലിക്കര, ജയേഷിൻ്റെ ആളാണോ? ഓക്കെ, അൺമ്യൂട്ട് ആക്കിക്കോളൂ. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ ആണെങ്കിൽ ഓക്കെ, ഞാൻ റെഡി ആണെന്ന് ടൈപ്പ് ചെയ്യാം. കൃഷ്ണയെ ഇൻവൈറ്റ് ചെയ്തത് ശ്രീജിയാണ്. ശ്രീജി അവർ കോൺടാക്ട് ചെയ്ത് ബാക്കി എല്ലാ സപ്പോർട്ടും അവർ ചെയ്തുതരും. പ്രീതി, എനിക്കൊന്ന് ഇന്നലെ ഉണ്ടായിരുന്ന പ്രീതിയാന്ന് തോന്നുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ പ്രീതി മാഡം? അതുപോലെ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ക്ലാരിറ്റി വേണം കൺമ്യൂട്ട് ആയിരിക്കും. അജയകുമാർ, ശ്രുതി ദേവി, എനിക്കൊന്ന് ഇന്നലെ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടായാളാന്ന് തോന്നുന്നു. ഞാൻ റിംസിയാണ്. ആ റിംസി പറയൂ, തൃശ്ശൂർ അല്ലേ? എനിക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാം. ഒരു മിനിറ്റ് അനീസ് ഭായ്. റിംസി, ഇതിൽ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. അനീസ് ഭായ് ഒരു മിനിറ്റ്, കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ കണ്ടിന്യൂ കേൾക്കുമ്പോൾ 2-3 പ്രാവശ്യം കേൾക്കുമ്പോൾ റിംസിക്ക് മനസ്സിലാവും. ഇന്ന് ലാസ്റ്റ് വന്നതുകൊണ്ട് കംപ്ലീറ്റ് മനസ്സിലാവാതെ, നിങ്ങളുടെ ഫ്രീ ടൈം ഉപയോഗിച്ചുകൊണ്ട് വീട്ടിലിരുന്നു കൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കുന്ന ഷോപ്പിനെ ജസ്റ്റ് ഒന്ന് മാറ്റിക്കൊണ്ട്, നിങ്ങൾക്ക് ഇത്രയും കാലം വീട്ടിലേക്ക് സാധനം വാങ്ങിക്കുന്ന ഷോപ്പിൽ പോയി സാധനം വാങ്ങിച്ചുകൊണ്ട് 1 രൂപയുടെ പ്രൊഡക്റ്റ് പോലും ഫ്രീ കിട്ടിയിട്ടുണ്ടാവില്ല, 1 രൂപയുടെ വരുമാനം ഉണ്ടാക്കാൻ അവസരം കിട്ടിയിട്ടുണ്ടാവില്ല. ഇത് 100% നാച്ചുറൽ ഓർഗാനിക് പ്രൊഡക്റ്റ് നിങ്ങൾ സാധാരണ കടയിൽ വാങ്ങിക്കുന്ന വിലയിൽ വെസ്റ്റേജിൽ നിന്ന് വാങ്ങിക്കാനും ഇതിലൂടെ വരുമാനം ഉണ്ടാക്കാൻ ഒരു അവസരം, അത് ലൈഫ് ലോങ് പാസീവിങ് ഉണ്ടാക്കാൻ അവസരം. റിംസി, പാഴാക്കി കളയുന്ന സമയം മാത്രം മാറ്റി വെച്ചുകൊണ്ട് ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇനി അങ്ങോട്ടുള്ള ഓരോ സെഷൻ അറ്റൻഡ് റിംസിക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, இந்த കമ്പനിയുടെ പേര്? കമ്പനിയുടെ പേര് വെസ്റ്റേജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. തൃശ്ശൂരിലുള്ള വ്യക്തിയാണ് വെസ്റ്റേജ് കമ്പനി ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. ഒരു ഡെപ്യൂട്ടി തഹസിൽദാർ ആയിരുന്നു. 76 വയസ്സുണ്ട് അദ്ദേഹത്തിന്. 13 ലക്ഷം രൂപ മാസം വരുമാനം വാങ്ങിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് മകൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്, ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു. ഈ ബിസിനസ് ഇപ്പോൾ ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ. തൃശ്ശൂർ ശങ്കരായ റോഡിലാണ് ആദ്യത്തെ ഷോപ്പ് ഓപ്പൺ ആയത്. റിൻസിനെ ആ മെസ്സേജ് ലിങ്ക് അയച്ച് ഞാനാട്ടോ. അതിനുശേഷം എനിക്കൊരു ഹായ് അയച്ചാൽ മതി. ഈ പ്രോഗ്രാം കഴിഞ്ഞ് ഹായ് അയക്കാം. നാളത്തെ സെഷൻ വൈകുന്നേരം 9 മണിക്കുള്ള സെഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ച്. ഓക്കെ, അനീസ് മാവേലിക്കര ചോദിച്ചു. ഹലോ മാഷെ, നമ്മുടെ എന്തൊക്കെ പ്രൊഡക്റ്റ് ആണ് അതിനകത്തുള്ളത്? നമുക്കിത് FMCG ഉണ്ട്, ബ്യൂട്ടി പ്രൊഡക്റ്റ് ഉണ്ട്, അഗ്രി പ്രൊഡക്റ്റ് ഉണ്ട്, വെൽനസ് പ്രൊഡക്റ്റുകളുണ്ട്, അങ്ങനെയുള്ള നിരവധി പ്രൊഡക്റ്റ് ഉണ്ട്. ഗ്രോസറി ഐറ്റംസ് ഒഴിച്ച് ബാക്കിയുണ്ട്. അതിൻ്റെ കാറ്റലോഗൊക്കെ അയച്ചു തരും അനീസ് ബൈക്ക്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും കേട്ടോ. ഓക്കെ, ഇത് ജസ്റ്റ് നമുക്കൊരു വരുമാനം ആവശ്യമുണ്ടോ, ആരെയും ബുദ്ധിമുട്ടിക്കാതെ എടുത്ത് ഹൈലൈറ്റഡ് ആണ്. നിങ്ങൾ ആരുടെ കയ്യിൽ നിന്ന് ഒരു പൈസ വാങ്ങിച്ചിട്ടല്ല ഈ വരുമാനം ഉണ്ടാക്കണേ. ഒരാളെ കൊണ്ട് നിർബന്ധിച്ചൊരു സാധനം വാങ്ങിപ്പിച്ചിട്ടല്ല വരുമാനം ഉണ്ടാക്കണേ. അതുകൊണ്ട് പേടിക്കണ്ട. നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള സാധനം എന്താണോ അത് മാത്രം വാങ്ങിച്ചിട്ട് നിങ്ങളുടെ ഇഷ്ടമുള്ള സമയത്ത് എപ്പോൾ വേണമെങ്കിൽ വാങ്ങിച്ച് ഉപയോഗിച്ച് ബിസിനസ് ചെയ്യാം. നമ്മൾ ആരും സാധനങ്ങൾ വാങ്ങിക്കാൻ പറയില്ല. ഒരു കമ്പനിയെ കുറിച്ച് പരിചയപ്പെടുത്തി തരുന്നു, അതെങ്ങനെ വാങ്ങിക്കണം, എവിടെ നിന്ന് വാങ്ങിക്കണം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ടാവും.
ബാക്കി നിങ്ങളുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വരുമാനം ഉണ്ടാക്കി തരാൻ ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഓക്കെ. അനീസ് ഭായി എന്താണ് ജോലി ചെയ്യുന്നത്? ഞാന് പിന്നെ ഒരു സ്ഥാപനത്തിലാ, ഒരു നാട്ടിൽ തന്നെയാണോ? ട്യൂഷൻ സ്ഥാപനത്തിലാ. നാട്ടിലാണോ? എഡ്യൂക്കേഷൻ. ആ അതെ അതെ. കുറച്ച് സമയം വൈകുന്നേരം ഫ്രീ കിട്ടുന്ന സമയം, ജോലി കഴിഞ്ഞ് വന്നുള്ള ബാക്കിയുള്ള കുറച്ച് സമയം മാറ്റി ഓക്കെ. വെച്ചിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കും കേട്ടോ. ഇന്നലെ കയറിയായിരുന്നു, രാത്രി കയറിയായിരുന്നു. ഇന്നലെ ഞാൻ ഈ പേര് കണ്ടായിരുന്നു. ആ ഓക്കെ, ഇന്നും കയറാം. 2 പ്രാവശ്യം കേൾക്കുമ്പോൾ കോൺഫിഡൻറ്റ് വരും. പിന്നെ അത്യാവശ്യം കുറച്ച് ഓക്കെ പ്രൊഡക്റ്റ് ഓക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ 100% ബിസിനസ് ചെയ്യും കേട്ടോ. ഓക്കെ ഓക്കെ. അനീസ് ആ ഭായി, അഥവാ ജ്യേഷ്ഠൻ സാറാ ബിസിനസ് പിന്നെ എന്നോട് വേണ്ടെങ്കിൽ പറഞ്ഞു. പോലും നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സ്ഥിരം കസ്റ്റമറായി മാറും. നിങ്ങൾ ബിസിനസ് ചെയ്യുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ റെഗുലർ ഓക്കെ കസ്റ്റമറായി മാറുന്നുണ്ട്. അത്രയും ബെസ്റ്റ് ക്വാളിറ്റിയാണ്. ഓക്കെ ഓക്കെ. ജയകൃഷ്ണൻ ജ്യേഷ്ഠൻ ഭായി, സാറാണ് എന്നോട് ഇത് പറഞ്ഞത്. ജയകൃഷ്ണൻ ഭായിയാണ് അനീസ് ഭായിക്ക് ലിങ്ക് അയച്ചത്. അദ്ദേഹത്തോട് പറഞ്ഞു അതെ 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 ഐഡിയ എടുത്ത് നമ്മുടെ അതെ. ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാവും. ഓരോ സെഷൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഓക്കെ പഠിക്കണം. ഓക്കെ 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 ഓക്കെ. ഷഹീന പറഞ്ഞോളൂ. ഷഹീന, അതുപോലെ പ്രീതി സംസാരിക്കാം. ഷഹീന റഷീദ് പറയൂ. നമുക്ക് പ്രൊഡക്റ്റ് എവിടുന്നാണ് കിട്ടുക? നമുക്ക് ഇതിന്റെ ഔട്ട്ലെറ്റ് എവിടെയാണുള്ളത്? വീട് എവിടെയാ ഷഹീനന്റെ? മട്ടന്നൂര്, കണ്ണൂർ കണ്ണൂർ മട്ടന്നൂര്. മട്ടന്നൂരാണ് തലശ്ശേരിയ ഷോപ്പുള്ളത്. അല്ലെങ്കിൽ അഞ്ചരക്കൽ പാറാട് എന്ന സ്ഥലത്തുണ്ട്, ഏച്ചൂരുണ്ട്. ഏച്ചൂരുണ്ടോ? ഏച്ചൂരുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് നമ്മൾ ഓൺലൈൻ അവിടെ പോയി എടുക്കാം. ഓൺലൈൻ തലശ്ശേരി എടുക്കാം, ഓൺലൈൻ വഴി ഓൺലൈൻ എടുക്കാം, അങ്ങനെ വേണം എടുക്കാം. ഓൺലൈനിൽ പർച്ചേസ് ഉണ്ടല്ലോ. പോസ്റ്റ് ഓഫീസ് വഴി വേണമെങ്കിൽ നമുക്ക് അയക്കാൻ പറ്റും. പോസ്റ്റ്മാൻ അയച്ച് വീട്ടിലെത്തിച്ചേരും. എല്ലാ സംവിധാനമുണ്ട്. അതൊക്കെ ഞങ്ങൾ പറഞ്ഞുതരും. നിങ്ങൾ ഇതിലേക്ക് ഷഹീന ഇൻവൈറ്റ് ചെയ്ത വ്യക്തിയുടെ പേരെന്താണ്? ജമാൽ. ഞാൻ ഒരു ലിങ്ക് കണ്ടിട്ട് കയറിയതാണ്. ജമാൽ ആരുടെ ടീമിലാണാവോ? എന്റെ അനിയനെ. സോറി. ജമാൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നുണ്ടാവും. ബാക്കി എല്ലാ ഒരു ഷംന ടീച്ചറുണ്ട്, ഷംന ടീച്ചറും ഷൗക്കത്തലി എല്ലാവരും നിങ്ങൾ സഹായിക്കാനുണ്ടോ കേട്ടോ. ഓക്കെ. ഞാനും കണ്ണൂരാണ് ഷഹീന കേട്ടോ. എൻ്റെ വീട് ചെറുകുന്നിലാണ്. ചെറുകുന്ന്. ഓക്കെ ഓക്കെ. അതുപോലെ പ്രീതി ചോദിച്ചോളൂ. പ്രീതി സാർ, കോട്ടയത്ത് എവിടെയായിരിക്കും ഷോപ്പ് ഉള്ളത്? ശാസ്ത്രി റോഡിൽ. അവിടെ പുതിയ ഷോപ്പാണ് ഓപ്പൺ ആയത്. 1 മാസമേ ആയുള്ളൂ. ശാസ്ത്രി റോഡിലെ ഷോപ്പുള്ളൂ. ബാക്കിയെല്ലാം ഓൺലൈൻ വഴി ചെയ്യേണ്ടി വരും. പ്രീതി എന്താ ഓൺലൈൻ വഴി എന്ന് പറയുമ്പോൾ നമ്മൾ ഓൺലൈൻ വഴി എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും ചെയ്യേണ്ടത്? നമ്മുടെ ആപ്ലിക്കേഷൻ, ഇതിനൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആപ്ലിക്കേഷൻ നമ്മൾ ആമസോണിൽ ചെയ്യുന്ന പോലെ തന്നെ ആപ്ലിക്കേഷൻ ഉണ്ട്. അതിനകത്ത് വെസ്റ്റീജ് കമ്പനി എല്ലാ പ്രൊഡക്റ്റും കാണും. നമ്മൾ അഡ്രസ്സ് കൊടുത്ത് സേവ് ചെയ്യുക, പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുക, കാർട്ടിലേക്ക് ഇടുക. അതിനുശേഷം പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ 2-3 ദിവസം കൊറിയർ വഴി വരും. ഇനി പ്രീതിക്ക് കുറച്ച് ഐറ്റംസേ വേണ്ടൂ, ഐറ്റംസ് കൂടുതൽ വേണ്ട, ക്വാളിറ്റി നോക്കാൻ വേണ്ടിയിട്ട് മാത്രമാണെങ്കിൽ അത് പോസ്റ്റ് ഓഫീസ്, നമ്മുടെ ഷോപ്പിൽ നിന്ന് വലിയ പോസ്റ്റ് ഓഫീസ് വഴി അയച്ചു തരും. അതിനുള്ള സംവിധാനമൊക്കെ നമ്മൾ പറഞ്ഞുതരും. അതൊക്കെ ഞങ്ങൾ എങ്ങനെ ചെയ്യണം. പ്രീതിനെ ഇൻവൈറ്റ് ചെയ്ത വ്യക്തിയുടെ പേര് അറിയാമോ? ഞാൻ അത് സാറ് ശ്രദ്ധിച്ചില്ല. ആരാണ് ലിങ്ക് അയച്ചെന്ന് അറിയില്ല. ഞാൻ ഫേസ്ബുക്കിൽ കണ്ടിട്ടാണ് ഇത് ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്തത്. ഒന്ന് വാട്സപ്പിലേക്ക് വന്നിട്ടുണ്ടാവും അല്ലേ നിങ്ങള്? അവരെ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ അഡ്മിന്റെ പേര് ജസ്റ്റ് നോക്കൂ. ഇപ്പൊ തന്നെ നോക്കാൻ പറ്റും, നോക്കി നല്ലത്. നമുക്ക് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ്, സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ്. എൻ്റെ കൂടെ 5300 പേര് വർക്ക് ചെയ്യുന്നുണ്ട് പ്രീതി. അപ്പോൾ ഈ 5300 എല്ലാവരെയും സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ പുറത്തിറങ്ങാതെ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ, വണ്ടിക്കൂലി ചിലവാക്കാതെ, ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഈ സൂമിലൂടെ ബിസിനസ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് നിങ്ങളെ എല്ലാവിധ ട്രെയിനിങ്സിൽ നിന്ന് പഠിപ്പിച്ചതിന് ശേഷം നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ ഫിസിക്കൽ ആയിട്ടുള്ള ക്ലാസ്സുകളെല്ലാം ഉണ്ട്. അവിടെയൊക്കെ നിങ്ങളെ അറ്റൻഡ് ചെയ്യിപ്പിച്ച് നിങ്ങൾക്ക് ഈ ബിസിനസ് നല്ല രീതിയിൽ ക്ലാസ്സുകൾ തന്ന് പഠിപ്പിച്ച് തരും. നിങ്ങൾ തീരുമാനം മാത്രമേ എടുക്കുള്ളൂ. ഇതിലൂടെ രക്ഷപ്പെടണമെന്ന് മാത്രമേ പറയുള്ളൂ. ബാക്കി നിങ്ങളുടെ കൂടെ ഉണ്ട്. പ്രീതിയെ ഇൻവൈറ്റ് ചെയ്ത് ഇറങ്ങി ഗ്രൂപ്പിലുണ്ടോ? ഉണ്ടെങ്കിൽ പറയാട്ടോ. അതുപോലെ ശ്രുതി ദേവിക്ക് എന്തെങ്കിലും ഡൗട്ടിന് ചോദിക്കാം. അജയ് കുമാറിന് എന്തെങ്കിലും ഡൗട്ടിന് ചോദിക്കാം. ഡോണ UK എന്തെങ്കിലും ഡൗട്ടുണ്ടോ? ഡോണ അൺമ്യൂട്ട് ആക്കാവോ? ശ്രുതി ദേവി ഓക്കെ ആണോ? ക്ലിയർ ആണോ? നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ള ആളാണെന്ന് തോന്നുന്നു. എന്തെങ്കിലും ഡൗട്ടിന് ചോദിക്കാം. ഓക്കെ ആണെങ്കിൽ ജസ്റ്റ് നോക്കിയിട്ട് ശ്രുതി ഓക്കെ ആണോ? ഞാൻ ഓക്കെയാണ് സാർ. ഇടയ്ക്ക് വെച്ച് വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടായിരുന്നു, അതാ. ഇന്നലെ റെക്കോർഡ് സെഷൻ അയച്ചു ആരെങ്കിലും കേട്ടില്ല. ശ്രുതിനെ ആരാ ഇൻവൈറ്റ് ചെയ്തേ?
അതെ, ഞാൻ ജയ മാം പറഞ്ഞിട്ടാ ജയ കയറിയത്. മാഡം. ജയ മാഡം അതെ നിങ്ങൾ അതിന് കവിത മാഡം ഒക്കെ ഉണ്ട്, അവരൊക്കെ നിങ്ങൾ സഹായിക്കൂട്ടോ. അവർ കോൺടാക്ട് ചെയ്യും, റെക്കോർഡ് സെഷൻ അയച്ചു തരും. എന്തെങ്കിലും ഓ നെറ്റ്വർക്ക് ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ അവരെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും, പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഓക്കെ ഓക്കെ ഇതിൽ ആ കവിത മാഡം ഉണ്ട്. കവിത മാഡം ഇപ്പം തന്നെ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നുണ്ടാവും. അവരോട് പറയാം എനിക്ക് ബിസിനസ് വിജയിക്കണം, എന്നെ സപ്പോർട്ട് ചെയ്യണം, ഞാനും മാഡത്തിന്റെ കൂടെ ആ ഉണ്ടെന്ന് മാത്രം പറഞ്ഞ് അവരുടെ കൂടെ എപ്പോഴും ഡെയിലി ഒന്ന് സംസാരിച്ചാൽ മതി, അവർ സഹായിക്കും കേട്ടോ. ആ നാട്ടിലെവിടെ സ്ഥലം പറഞ്ഞു കേട്ടു. മറന്നു? ഇടുക്കിയാണോ? ഞാൻ ട്രിവാൻഡ്രമാണ് സാർ, ട്രിവാൻഡ്രം. ഓക്കെ ഓക്കെ. എന്തെങ്കിലും ജോലി അതെ ചെയ്യുന്നുണ്ടോ? അതെ, ഇവിടെ നമ്മുടെ ഔട്ട്ലെറ്റ് ഉള്ളത് അറിയോ? സെക്രട്ടേറിയറ്റിന് മുന്നിൽ സ്റ്റാച്യൂസിന് എടുക്കാം. സ്റ്റാച്ചു ആണല്ലേ? ഓക്കെ ഓക്കെ. ഓൺലൈൻ വഴി ചെയ്താൽ മതി, അതിനൊക്കെ സംവിധാനം കവിത മാഡം ചെയ്തുതരും. ആ ഓൺലൈൻ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഒരു കാര്യം കൂടി സാർ, ഇതിപ്പം നമുക്ക് ഓർഡർ ചെയ്ത് നമുക്കിപ്പോ സ്വിഗ്ഗി സൊമാറ്റോ അതുപോലെ അന്ന് തന്നെ കിട്ടുമോ അതോ? അത് 2 ദിവസം പിടിക്കും. എറണാകുളത്ത് നിന്നാണ് ഈ സാധനം വരിക. ഓക്കെ 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 കാരണം എറണാകുളത്ത് നിന്നാണ് ഇതിന്റെ വെയർ ഹൗസ് ഉള്ളത്. അവിടെ നിന്ന് കൊറിയർ വഴി DTDC കൊറിയർ അല്ലെങ്കിൽ ST കൊറിയർ വഴി നമ്മുടെ അടുത്തേക്ക് വരും. ഓക്കെ. ഇപ്പം ഇതിന്റെ നമുക്ക് ഈ ഈ കമ്പനിയുടെ പേരിൽ തന്നെയാണ് ആപ്പ് അവൈലബിൾ എല്ലാ ആയിട്ട് നമുക്ക്? കമ്പനിയുടെ പേര് തന്നെ ആപ്ലിക്കേഷൻ, കമ്പനിയുടെ ഓൺ പ്രൊഡക്റ്റ് ആട്ടോ, വേറെ മറ്റുള്ള കമ്പനിയുടെ പ്രൊഡക്റ്റ് അല്ല, നമ്മുടെ സ്വന്തം പ്രൊഡക്റ്റേ കൊടുക്കുന്നുള്ളൂ. അത് ഞാൻ പ്ലേ സ്റ്റോറിൽ കയറി ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം കറക്റ്റ് അന്നേരം എനിക്ക് നിങ്ങൾക്ക് ഡൗൺലോഡ് കിട്ടിയില്ല. ചെയ്യുമ്പോൾ നിങ്ങൾ റെഫർ ചെയ്യാൻ ആരെങ്കിലും വേണം, അല്ല ഒറ്റയ്ക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ റെഫർ ചെയ്യാനുള്ള സംവിധാനമൊക്കെ അവർ ചെയ്തു തരും കേട്ടോ. ഓക്കെ 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 നിങ്ങൾക്ക് ഓക്കെ ID യും പാസ്വേഡും എല്ലാം അവർ വാങ്ങിച്ചു തരും. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യണം കറക്റ്റ് ചെയ്യണം. അത് തെറ്റാതെ പേരൊക്കെ കറക്റ്റ് കൊടുക്കണം കേട്ടോ. പേര് തെറ്റി കഴിഞ്ഞാൽ ഓ ആള് ആ മാറിപ്പോവും, വരുമാനം നിങ്ങൾക്ക് കിട്ടൂല, വേറെ പോകും. ഓക്കെ. ഇതിന് അമ്മയെ കൂടെ ചേർക്കാനായിട്ട് പറ്റുന്ന എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടാവോ? നിങ്ങൾ ID എടുക്കുക, നിങ്ങൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക, അതിന് അമ്മേന്റെ പേരിലുള്ള ID താഴെ എടുത്തു കൊടുത്താൽ. ഓക്കെ ഓക്കെ എന്നാ അങ്ങനെ ചെയ്യാം. ഹസ്ബൻഡിനും വൈഫിനും കൂടെ ഒരു ID ആണ്, പക്ഷെ വീട്ടിലെ സിസ്റ്റർമാരോ ബ്രദർമാരോ അമ്മയോ അച്ഛനോ ആർക്കുണ്ടെങ്കിലും ID എടുത്തു കൊടുക്കുക. അല്ല, അമ്മ വേറെ വീട്ടില്ല, ഞാൻ കല്യാണം കഴിഞ്ഞ് സെപ്പറേറ്റ്, നോ അതുകൊണ്ടാ പ്രോബ്ലം. ചോദിച്ചത്. അപ്പോൾ അമ്മക്കൊരു ID എടുത്തു കൊടുത്ത് അമ്മേന്റെ വീട്ടിലേക്ക് അമ്മ വാങ്ങിക്കുന്ന സോപ്പും പേസ്റ്റും ചായപ്പൊടിയും പാത്രം കേൾക്കാനും കുക്കിംഗ് ഓയിലിന് വെളിച്ചെണ്ണേക്കാളും വില കുറവാണ്. അടിപൊളി കുക്കിംഗ് ഓയിൽ കേട്ടോ. അത് വാങ്ങിച്ച് ഓക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അമ്മ തന്നെ സ്ഥിരമായിട്ട് ഈ കമ്പനി പ്രൊഡക്റ്റ് ഉപയോഗിക്കും. അവരോട് പറയാം വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനം ഈ കമ്പനി വഴി വാങ്ങിച്ചാൽ മതി, വേറെ എവിടെ നിന്ന് ആ വാങ്ങിക്കേണ്ട. ബാക്കി ടീം ആ ഡെവലപ്പ് ആക്കാനും ബിസിനസ് ഡെവലപ്പ് ആക്കാനും വരുമാനം വാങ്ങിക്കുന്ന സംവിധാനമൊക്കെ നമ്മൾ ആക്കി തരും. നിങ്ങൾ പേടിക്കുന്നും വേണ്ട, നിങ്ങൾ തീരുമാനം മാത്രം എടുത്ത് കൂടുന്നാൽ മതി. ഓക്കെ. ആ അപ്പം ഡൗട്ട് ഇതായിരുന്നു സാർ. ഇനി ഉണ്ടാവും, ഇനി കുറെ ഡൗട്ട് വരും. ശ്രുതി, ഡൗട്ട് ഒരുപാടുണ്ടാവും. ഇനി ചെയ്യുമ്പോഴാണ് ഡൗട്ടുകൾ കൂടുതൽ വരും കേട്ടോ. ഓക്കെ ഓക്കെ, ഞാൻ ഇന്നിപ്പോ നേരത്തെ കോണ്ടാക്ട് പ്രസന്റേഷൻ ചെയ്യുന്നു. ചെയ്ത ലിതിയ മാഡം എന്നോട് രാവിലെ കുറെ ഡൗട്ട് ചോദിച്ചു, സാറേ എങ്ങനെയാണ് ഇതിൽ വരുമാനം വരുന്നത്, ഈ ആ ഇതിന്റെ ഫൗണ്ടർമാരുടെ പേരെന്താണ്, ഇത്ര പേഴ്സൺ, ആ ഇതൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് അറിയാൻ വേണ്ടിയിട്ടായിരിക്കുന്നത്. പിന്നെ എന്നോട് പറഞ്ഞു ഒരു 1:45 പറഞ്ഞു, സാറേ ഇന്നത്തെ പ്രസന്റേഷൻ ഞാൻ ചെയ്തിട്ട് ചോദിച്ചു. ഞാൻ ചെയ്തു പറഞ്ഞു, അങ്ങനെ ചെയ്തതാണ് ഇന്ന് പ്രസന്റ്, ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ ഓക്കെ അതും അത് നിങ്ങൾക്ക് അവരുടെ കണ്ടീഷൻ അറിയോ, അവർ പ്രഗ്നന്റ് ആണ്, ഇന്നോ നാളെയോ ഡെലിവറി ചെയ്യുന്ന ലേഡിയാണ്. ഓക്കെ. അത്രയ്ക്ക് കമ്മിറ്റഡ് ആണ് ബിസിനസ് ചെയ്യുന്നത്, അത്രത്തോളം കമ്മിറ്റഡ് ആണ്, അത്രയും സീരിയസ് ആണ്. ബിസിനസ് ജോയിൻ ചെയ്ത് 8 മാസമായി, 8 മാസം ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന കസ്റ്റമറാണ്. ഓക്കെ കാരണം നിങ്ങൾ ചിന്തിക്കുക, നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ഓൺലൈൻ തട്ടിപ്പുകളുണ്ട്. ആവശ്യമില്ലാതെ ക്രീമും ജ്യൂസും പർച്ചേസ് ചെയ്യിപ്പിച്ചിട്ട് പാവപ്പെട്ട വീട്ടമ്മമാരെ കൊണ്ട് 28,000-നും 15,000-നും സാധനം വാങ്ങിപ്പിക്കും. പിന്നെ ആ ലീഡർമാർ വിളിച്ചാൽ ഫോൺ എടുക്കില്ല, അതും കളഞ്ഞിട്ട് പോകും. ആ സ്ത്രീകളാണെങ്കിൽ ഈ സാധനം എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അവരത് നടന്ന് വിൽക്കാൻ നടക്കും. ഒരു കാരണവശാലും പ്രൊഡക്റ്റ് വാങ്ങി സെയിൽ ചെയ്ത് നടക്കരുത് കേട്ടോ. ഇല്ല സാർ, ഇല്ല ഇല്ല. നിങ്ങൾ ഞാനിത് ഒരിക്കലും പ്രൊഡക്റ്റ് കണ്ടിന്യൂ വിൽപ്പനയല്ല ഈ ചെയ്യാം. ബിസിനസ്. ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ച് കേൾക്കുക. ഇത് പ്രൊഡക്റ്റ് വിൽപ്പനയല്ല, നമുക്ക് ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ച് നമുക്ക് ഉപയോഗിക്കാനും വാങ്ങിച്ച് വേണമെങ്കിൽ യൂസ് ചെയ്യാം. റെക്കമെൻഡ് ചെയ്യുക, റെഫർ ചെയ്യുക, അത്രയേ ഉള്ളൂ. ഓക്കെ. ഓക്കെ. ഇതിൽ വേറെ ആർക്കും സംശയമുണ്ടോ? അജയ് കുമാറിനോ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടിന് ചോദിക്കാം. ജിനി എന്തെങ്കിലും ഡൗട്ടിന് ചോദിച്ചോളൂ. കിരൺ എന്തെങ്കിലും ഡൗട്ടിന് ചോദിക്കാം. നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ആക്കി മനസ്സിലാക്കിയെടുക്കാം കേട്ടോ. എന്ത് സഹായങ്ങളും നമ്മൾ ചെയ്തു തരും, നിങ്ങൾ എല്ലാ ഡൗട്ടുകളും ക്ലിയർ ആക്കി തരും. ഓക്കെ. കൃഷ്ണ എന്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ ചോദിച്ചോ. ഉണ്ടായിരുന്നു സാർ. അപ്പം ഞാൻ ജയ മാമിനോട് ഇങ്ങനെ പറഞ്ഞിരുന്നു, അവള് ഇതുപോലെ വേറെ ഒരു മാം ഇതില് ജോയിന്റ് ആയിട്ടുണ്ട്. അപ്പം പുള്ളിക്കാരി ഇതിന്റെ കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം പുള്ളിക്കാരിയുടെ ഇതിലായിരിക്കും അവള് ജോയിൻ ചെയ്യാന്ന് പറഞ്ഞു. എന്താ അവരുടെ പേര്? സുകന്യ എന്നാ. ജോയിൻ ചെയ്തിട്ടില്ല. വീടിന്റെ തൊട്ടടുത്ത് ഒരു ആന്റി ഇതുപോലെ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഈ ഒരു ഗ്രൂപ്പില്. അപ്പം അവളോട് ഇങ്ങനെ ഷെയർ ചെയ്തു. എന്നോട് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അറിയത്തില്ലായിരുന്നു. ഈ ഇടയ്ക്കാണ് നിങ്ങൾ എനിക്ക് അവരെ കൂടെ കംപ്ലീറ്റ് നിങ്ങൾ ജോയിൻ ചെയ്യരുത് കേട്ടോ. നിങ്ങൾ നേരെ ജയ മാഡത്തിനോട് കോൺടാക്ട് ചെയ്ത് ജയ മാഡത്തിനോട് നിങ്ങൾക്ക് സപ്പോർട്ട് വേണമെങ്കിൽ വിജയിക്കണമെങ്കിൽ ജയ മാഡത്തിനെ കോൺടാക്ട് ചെയ്യുക, കവിത മാഡം സപ്പോർട്ട് ചെയ്യും കേട്ടോ. ആ ഓക്കെ. നിങ്ങളുടെ അല്ല അയൽവക്കത്തുള്ള ഞാൻ ആൾക്കാരെ കൂടെ പോയി ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടണമെന്നില്ല. മനസ്സിലായി. നിങ്ങൾ ഇൻവൈറ്റ് ചെയ്ത് ജയ മാഡത്തിനെ കോൺടാക്ട് ചെയ്ത് ഇന്ന് തന്നെ ഐഡിയ എടുക്കുക. ഒരു ടീം എങ്ങനെ ഡെവലപ്പ് ആക്കാൻ കവിത മാഡത്തിന് വെച്ച് കവിത മാഡം പറഞ്ഞു തരും കേട്ടോ. ഓക്കെ. ഇതിൽ വെസ്റ്റേജ് ബിസിനസ് നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ നല്ല കമ്പനി, നല്ല പ്രൊഡക്റ്റ്, നല്ല മാനേജ്മെന്റ്, കറക്റ്റായി വരുമാനം കൊടുക്കുന്ന കമ്പനി വിജയിക്കണമെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാർ വേണം. നിങ്ങൾക്കൊരു വരുമാനം വാങ്ങിച്ചു തരാൻ ആഗ്രഹിക്കുന്ന ലീഡർമാർ കൂടെ വർക്ക് ചെയ്യണം. അല്ലാതെ നിങ്ങൾ ജോയിൻ ചെയ്തുകൊണ്ട് വെച്ച് സാധനം വാങ്ങിച്ച് ഉപയോഗിച്ചുകൊണ്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ. ഞാൻ 4 വർഷമായി ശ്രുതി ബിസിനസ് ചെയ്യുന്നു. 4 വർഷമായിട്ടും ഈ സൂം പ്ലാറ്റ്ഫോം 2 മണിക്കും 5 മണിക്കും ഓപ്പൺ ആയിരിക്കും. ഞാൻ വേറെ എവിടെയും പോകാറില്ല. ഇവിടെ ഇരുന്നു കൊണ്ട് ആർക്കൊക്കെ വിജയിക്കണോ അവരെ സഹായിക്കാൻ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ തന്നെ ഇരിക്കുന്ന വ്യക്തിയാണ്. അല്ലാതെ എനിക്ക് ഇറങ്ങി കുറേ ആൾക്കാരെ ജോയിൻ ചെയ്യിപ്പിക്കാനോ ആൾക്കാരെ കൊണ്ട് സാധനം വാങ്ങിപ്പിക്കാനോ പറ്റില്ല. ഞാൻ ഇതിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, ഇതിലൂടെ ലക്ഷങ്ങൾ വരുമാനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ സഹായിക്കാൻ വേണ്ടി. ഓക്കെ, നിങ്ങൾ ഇന്ന് തന്നെ കവിതയെ കോൺടാക്ട് ചെയ്യുക, ജയ മാഡത്തിനെ കോൺടാക്ട് ചെയ്യുക. അങ്ങനെ ചെയ്യാം സാർ, അങ്ങനെ ചെയ്യാം. അതുപോലെ വേറെ ആർക്കാണ് സംശയമുള്ളത്? ഫസീല, എന്തെങ്കിലും ഡൗട്ടുണ്ടോ? ഫസീല, അതുപോലെ റസീന, സൈൻ എന്തെങ്കിലും ഡൗട്ട് ചോദിച്ചോളൂ. ഫസീല എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാം, സമീറൊക്കെ ചോദിക്കാം. പറയൂ ഫസീല. ഞാൻ ബസ്സിലാണ്. ആരാണ് ഈ ഫസീല ഇൻവൈറ്റ് ചെയ്തത്? ഫസീല ഫ്രം വയനാട്. ഷാവിൽ സാർ. ഷാവിൽ സാറിനോട് ജോയിൻ ചെയ്തതാണോ? ആ, ഐഡി ഉണ്ട്. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടോ. ഓക്കെ സാർ. സമീറ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അല്ല, ഈ സാധനം വാങ്ങിയില്ലെന്ന് ഇത് കട്ടായി പോവോ? സമീറന് വാങ്ങിയിട്ടില്ലെങ്കിൽ കട്ടാവും. ഐഡി എടുത്ത് എത്ര ദിവസമായി? ഐഡി എടുത്തോ? ഐഡിയ എടുത്ത് കട്ടാവും പറയുന്നില്ല ചേർത്തിയ ആളെ. അപ്പൊ ഞാനിപ്പോ ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ കേസിലൊക്കെയാണ്. അപ്പൊ പിന്നെ സമീറന് ആരാ ജോയിൻ ചെയ്യിപ്പിച്ചത്? അത് സെമീറ ചെമ്മാട്. എത്ര ദിവസം ഐഡി എടുത്തിട്ട്? ഐഡിയ എടുത്തിട്ട് കുറെ ദിവസം കഴിക്കണേ. എന്നാലും കുറെ ദിവസം, 1 മാസം കഴിഞ്ഞോ? 35 ദിവസം കഴിഞ്ഞോ? മാസം ആയിട്ടില്ല. 1 മാസം 35 ദിവസം വരെ നമുക്ക് ഇത് ആലോചിക്കാനും ഈ കമ്പനിയെ കുറിച്ച് മനസ്സിലാക്കാൻ സമയമുണ്ട്. 35 ദിവസം വരെ ഒരു കമ്പനിയെ കുറിച്ച് അറിയാനും മനസ്സിലാക്കാൻ സമയം തരുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ടാതുകൊണ്ട് കമ്പനി ഓട്ടോമാറ്റിക് നിങ്ങൾ ടെർമിനേഷൻ ചെയ്യും. പിന്നെ ആ ആധാർ കാർഡ് മൊബൈൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് SC ബിസിനസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടാണോ, വേറെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ആണെങ്കിൽ പോലും നമ്മൾ കുളിക്കാതെ പല്ല് തേക്കാതിരിക്കുന്ന ആളാണ് സമീറ മാഡം. ഈ 1.5 മാസമായിട്ട് 1 മാസമായിട്ട് നമ്മൾ പല്ല് തേക്കുന്ന സോപ്പോ പേസ്റ്റോ ഒന്നും വാങ്ങിച്ചിട്ടില്ലേ? 50 രൂപയുടെ സോപ്പ് വാങ്ങിച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാലോ. എന്താ ബുദ്ധിമുട്ട്? ഇവിടെ നിങ്ങളോട് ലക്ഷങ്ങളുടെ സാധനം വാങ്ങിക്കാൻ ആരും പറയുന്നില്ലല്ലോ. നിങ്ങൾക്ക് 50 രൂപയുടെ സോപ്പ് വാങ്ങിച്ച ഐഡി ആക്ടിവേഷൻ. അതല്ല, ഈ കാൽമത്തെ വിള്ളിച്ചന്റെ കാല് മേലെ നമ്മളെ മുട്ടിന്റെ താഴെ ഒരു വിള്ളിച്ച പോലെ ഒരു മുളിച്ചിൽ പോലെ ഒരു സാധനം ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അത് എനിക്ക് ഫോട്ടോ വിട്ടാ നീന്. വെരിക്കോസ് അല്ല, ഈ ഒരു വിള്ളിച്ച പോലെ തന്നെ നമ്മൾ കൈകൊണ്ടൊക്കെ ആക്കിയാല് ഒരു വര കണക്കാണ്ട് ഒരു വര ഇക്കാണ്ട്. അതിനൊന്നുമില്ല, നമ്മളെ സോപ്പ് ഉപയോഗിച്ച് കുളിക്കുക, മോയ്സ്ചറൈസ് ക്രീം ഉപയോഗിക്കുക, അത്ര മതി. സാർ അത് നിഷാനായം കൊണ്ട് എനിക്ക് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അത് ഇവരുടെയാണെന്ന് അറിയില്ലായിരുന്നു. നിഷാന ഇട്ടത് ഞാൻ വിനോദ് സാറിന് കൊടുത്തു. ഞാൻ പറഞ്ഞു കൊടുത്തായിരുന്നു മോയ്സ്ചറൈസർ നീമും ഒക്കെ ചേർത്ത്. അങ്ങനെ പക്ഷെ വോയിസ് ക്ലിയർ അല്ലായിരുന്നു. എന്നിട്ടും സാറിന് ഞാൻ വിനോദ് സാറിന് ഇട്ട് കൊടുത്തു. സാർ അത് സജഷൻ പറഞ്ഞു. അത് ഞാൻ നിഷാനയ്ക്ക് ഷെയർ ചെയ്തായിരുന്നു. സാർ അതിപ്പോ 1.5 ആഴ്ചയായി കൊടുത്തിട്ട്. സമീറ മാഡം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? സാധനം വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? വാങ്ങിക്കാനും ബുദ്ധിമുട്ട്, നമ്മളൊക്കെ പൈസ ഇല്ല. പക്ഷെ 50 റുപ്യന്റെ സാധനമൊക്കെ വാങ്ങാണ്ട്. 50 റുപ്യന്റെ സാധനം വാങ്ങിക്കാൻ പറഞ്ഞാൽ അത് മാത്രം വാങ്ങിച്ചിരിക്കാൻ വേണ്ടിയാണോ? നിങ്ങൾ ഈ ഒരു ഇത്രയും ദിവസമായിട്ട് വീട്ടിലേക്ക് സോപ്പും പേസ്റ്റ് ഒന്നും കടയിൽ നിന്ന് വാങ്ങിച്ചില്ലേ? അതാണ് നിങ്ങൾക്ക് കുഴപ്പതാണ്. ഈ ഒരു ബിസിനസ്സിലുള്ള വരുമാനം ആവശ്യമുണ്ട്, ആഗ്രഹമുണ്ട്, രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നിങ്ങൾ വീടിനടുത്തുള്ള കടയിൽ പോയി സന്തൂറും ക്രോഗറ്റും ക്ലോസപ്പും വാങ്ങിച്ച് ഉപയോഗിക്കുക എന്ന് വെച്ചാൽ ഇതിൽ വരുമാനം വേണമെന്ന് ആഗ്രഹിച്ച് എന്താ കാര്യമുള്ള സമീറ?
നിങ്ങൾ വീട്ടിലേക്ക് വാങ്ങിക്കുന്ന അല്ല, സാധനം ഈ കമ്പനി ഞങ്ങൾ വാങ്ങിക്കാൻ ഇവിടുന്നല്ല പറ്റില്ല. വാങ്ങല്. ഓക്കെ, ഇവിടുന്നല്ല. ഉപ്പ് ഇവിടെ ഉപ്പ കൊണ്ടുവരലാണ്, ഗൾഫിൽ നിന്ന് ഇപ്പൊ വന്നതാണ്. ആ ഉപ്പയോട് പറയാ, ഇനി ഗൾഫിൽ നിന്ന് ഉപ്പ ഫ്രീ ആയിട്ട് കൊണ്ടുവന്നല്ലോ, പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന സാധനമാണ്. അതിന്റെ പകുതി പൈസ പോലും അതല്ല, നാട്ടിൽ ഈ സാധനത്തിലുണ്ട്. ഗൾഫിലെ സാധനങ്ങളിൽ നല്ല ക്വാളിറ്റിയുടെ സാധനം ഇത്. ഫോറിൻ സാധനത്തെക്കാളും കൂടുതൽ ക്വാളിറ്റിയുടെ സാധനം ഇത്. അവിടെ വെറുതെ കിട്ടുന്നില്ല, അവർ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന സാധനമാണ് ഗൾഫിൽ നിന്ന്. ഇത്രയും ലഗേജ് തൂക്കി കൊണ്ടുവന്ന് നിങ്ങൾ വീട്ടിൽ കൊണ്ടു തന്ന് ആ സാധനം ഉപയോഗിക്കണോ? വരുമാനം ഉണ്ടാക്കാൻ ഒരു അവസരം ഇത്രയും നല്ല പൊടിച്ച് കൈ കിട്ടില്ലേ? സാറേ, ഞാൻ സൗദിയില് വെസ്റ്റീജിന്റെ സാധനം ഉപയോഗിക്കുന്നുണ്ട്. ഇവിടുന്ന് സൗദിയിലേക്ക് 5000-10,000 രൂപ കൊറിയർ ചാർജ് കൊടുത്ത് സൗദി കൊണ്ടുപോയിട്ട് സിംഗപ്പൂർ കൊണ്ടുപോയി ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ ഗൾഫ് ഇറക്കുന്ന സാധനം ഇങ്ങോട്ട് കൊണ്ടുവരാൻ ആക്കണം. ഇത്രയും നല്ല സാധനമാണ് സമീറ ഇതിനകത്ത് കിടക്കണേ. നിങ്ങൾ ഇത്രയും മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ട് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ശ്രമിച്ചിട്ടില്ല. അതെനിക്ക് സങ്കടമായിപ്പോയി. ഞാനിപ്പം ID കട്ടാതിരിക്കും 50 രൂപ സോപ്പ് വാങ്ങിക്കാൻ പറഞ്ഞപ്പോൾ 50 രൂപ സോപ്പ് വാങ്ങിക്കാൻ ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞു. ആർക്ക് വേണ്ടി? എനിക്ക് വേണ്ടിയോ? നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു സാധനം വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 50 രൂപ സോപ്പ് വാങ്ങിച്ചാൽ ID കട്ടാവില്ല. പക്ഷെ ബിസിനസ്സിൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കില്ല കേട്ടോ. ഇതിനൊരു ബിസിനസ്സായി കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇനി മുതൽ നിങ്ങളുടെ വീട്ടിലേക്ക് മറ്റുള്ള കടയിൽ പോയിട്ട് സാധനം വാങ്ങിക്കണം തീരുമാനം എടുത്താൽ മാത്രമേ വിജയിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്നെ ബോധിപ്പിക്കാൻ വേണ്ടി 50 രൂപ സോപ്പ് വാങ്ങിച്ചിട്ട് ഒന്നും നിങ്ങൾക്ക് നേടാൻ സാധിക്കില്ല, എനിക്കൊന്നും നേടാൻ സാധിക്കില്ല കേട്ടോ. വേണമെങ്കിൽ ഒരു ബിസിനസ്സായി കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ID കട്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ 50 രൂപ സോപ്പ് വാങ്ങിച്ച് വെച്ചോളൂ. അല്ല, ഇതൊരു ബിസിനസ്സായി കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇവരെ കൂടെ നിന്ന് വർക്ക് ചെയ്യാം. മനസ്സിലായ സമീറൊക്കെ പറഞ്ഞതേ? ഈ 50 റുപ്യയുടെ സാധനം വാങ്ങിയാൽ ID കട്ടാവില്ലല്ലോ? ഇല്ലല്ല. അത് മതി. പിന്നെ സാധനം വാങ്ങിക്കോണ്ടേ? മതി, അത്ര മതി, കുഴപ്പമില്ല. ഓക്കെ. അങ്ങനെ അതാണ് ബുദ്ധിമുട്ടാണെങ്കിൽ സോപ്പ് വാങ്ങിച്ച് ID കട്ടാക്കാതെ വെക്കുക. അതിനുശേഷം നിങ്ങൾ ഹെൽത്ത് ഒക്കെ ഓക്കെ ആയതിനു ശേഷം വന്നിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഈ 50 റുപ്യ ഞാൻ സാധനം വാങ്ങാൻ ഗൂഗിൾ പേ ചെയ്ത് തന്നാ പോരെ? അവിടെ 50 രൂപ സാധനം നിങ്ങൾ വീട്ടിനടുത്ത് ഷോപ്പ് ഉണ്ടെങ്കിൽ അവിടെ പോയി വാങ്ങിക്കാം. ഇല്ലെങ്കിൽ ഓൺലൈൻ വഴി വാങ്ങിക്കുമ്പോൾ അതിന് കൊറിയർ ചാർജ് ആവില്ലേ? വീട് എവിടെയാ? അല്ല, ഗൂഗിൾ പേ അയച്ചു തന്നാ പോരെ? വീട് എവിടെയാ? പൈസ വീട് കോട്ടക്കൽ കാപ്പ്. ഓക്കെ, അത് നിങ്ങൾ അപ്ലൈ അയച്ചു. കോട്ടക്കൊക്കെ ആരെങ്കിലും വന്നാലും കിട്ടൂല അവിടെ? അവിടെ ഉണ്ടോ? അത് നിങ്ങൾ നിഷാനോട് ചോദിച്ചാൽ അവരെ ഷോപ്പിന്റെ നമ്പറൊക്കെ തരും കേട്ടോ. ആയിക്കോട്ടെ. ഓക്കെ. അത് സംശയം ചോദിച്ചതേ. അപ്പൊ ഇന്ന കൂട്ടിയ ആള് പറഞ്ഞു ഇത് കട്ടാവും. ID കട്ടാവും. നിങ്ങൾ ID ചിലപ്പോ ഇന്ന് തന്നെ ചെക്ക് ചെയ്തു, ചിലപ്പോ കട്ടായിട്ടുണ്ടാവും. പെട്ടെന്ന് ചെയ്യാം. ഓക്കെ. ID കട്ടായി കഴിഞ്ഞാൽ ആ മൊബൈൽ നമ്പറും ആധാറും ഉപയോഗിച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. വേറെ ആർക്കും സംശയമുണ്ടോ? നിയാസ്, കൃഷ്ണ, സൈൻ എന്തുകൊണ്ട് അവിടെ ചോദിച്ചു? അല്ലെങ്കിൽ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്ത വ്യക്തിയെ കോൺടാക്ട് ചെയ്യുക. ഈ ബിസിനസ് മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുക. 40 പേരും ഇപ്പോഴും 41 പേരും ഇപ്പോഴും ഇവിടെ കൂടെ ഉണ്ട്. എല്ലാവരും നല്ലൊരു തീരുമാനം എടുക്കണം. കാരണം ഈ ഒരു ബിസിനസ് നിങ്ങൾ നാട്ടിൽ കാണുന്ന പോലത്തെ ബിസിനസ് അല്ല കേട്ടോ. വെസ്റ്റീജ് കമ്പനി നിങ്ങൾ വേണമെങ്കിൽ ചെയ്താൽ മതി. ഈ ഒരു ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കാൻ ശ്രമിക്കുക, അറിയാൻ ശ്രമിക്കുക. നിങ്ങളുടെ കുറച്ച് സമയം, ഒരാഴ്ചയെങ്കിലും ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് പഠിക്കാൻ വേണ്ടി മാറ്റിവെക്കുക. അത് മാറ്റിവെക്കാൻ സാധിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഇനി ഇന്ത്യയിൽ കിട്ടില്ല സുഹൃത്തുക്കളെ. ഇത് എടുത്ത് പറയാനുള്ള കാരണം, ഞാൻ ദുബായിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി, ആ ജോലി റിസൈൻ ചെയ്തുകൊണ്ട് ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. നിങ്ങൾ ഇതിനെ ഒന്ന് ശരിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കി തരുമെന്ന് മനസ്സിലാക്കാൻ, പഠിക്കാൻ ഒരാഴ്ച ഈ ഒരു ഓർഗനൈസേഷൻ ഈ ടീമുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അതിനുശേഷം അത്യാവശ്യം വീട്ടിലേക്ക് പോകുന്ന കുറച്ച് സാധനം വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കുക. ആ ക്വാളിറ്റി ഓക്കെ ആണെങ്കിൽ ഈ ബിസിനസ് കണ്ടിന്യൂ ചെയ്യുക. ഒരു വലിയൊരു ബിസിനസ് ആക്കി തരാനും ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന ബിസിനസ് ആക്കി നിങ്ങൾക്ക് നമ്മൾ തരുന്നുണ്ടാവും. കൂടെ നിൽക്കുക എല്ലാവരും. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു തീരുമാനം എടുക്കാൻ സാധിക്കട്ടെ. സാജിദ മാഡം ഓക്കെ ആണോ? സാജിദ മാഡം ഷോപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്നെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞോളൂ സാജിദ. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. നല്ല രീതിക്ക് തന്നെ എല്ലാവരുടെയും ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുത്തു. ഇനി പുതുതായി വന്നവരോടും പറയാനുള്ളത്, നിങ്ങളെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്തവർ ആരാണോ അവരുമായിട്ട് നിങ്ങളൊരു കോണ്ടാക്ട് ചെയ്തിട്ട് ഇതിലെ ഒരു ഐഡിയ എടുക്കുക. ആ ഐഡിയ എടുത്ത് ഇതിലെ നല്ല കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് വരാൻ ശ്രമിക്കുക. ഈ ഓപ്പർച്യൂണിറ്റിയുമായിട്ട് മുന്നോട്ട് വരാൻ ശ്രമിക്കുക. ഇത്രയും നേരം ക്ഷമയോടെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട്, സാറിനും നന്ദി പറഞ്ഞുകൊണ്ട്, സ്നേഹത്തോടെ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ഓൾ. വിഷ് യു വെൽത്ത്.